നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്താലോ? നല്ല സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോ അവര് കയറിക്കോളും. ഓക്കെ ഓക്കെ. ഒരു ചെറിയൊരു പ്രാർത്ഥനയോട് സ്റ്റാർട്ട് ചെയ്യാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാവങ്ങളും പുറത്തുനിന്ന് ഞങ്ങളെ പിള്ളേർക്കാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു, അങ്ങയുടെ എതിർത്തി പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മാനസ്തുതി. ഓക്കെ, കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളുടെ കണക്ട് എന്ന പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഇന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തുകയും ചെയ്യാനായിട്ട് ബേബിച്ചാച്ചനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഓവർ ടു ബേബിച്ചാച്ചൻ. താങ്ക് യു. ആദരണീയനായ നമ്മുടെ കുടുംബയോഗ പ്രസിഡന്റ് ഡോക്ടർ ജോസ് കെ ജേക്കബ്, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി മിസ്റ്റർ വിഷ്ണു ലോണ ജേക്കബ്, സെക്രട്ടറി അനീഷ്, സ്നേഹം നിറഞ്ഞ കുന്നംകുഴിക്കൽ പാലത്തിങ്കൽ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാം ഇന്ന് റീകണക്ട് എന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് ആദരണീയനായ മിസ്റ്റർ വിഷ്ണു ലോണ ജേക്കബാണ്. അദ്ദേഹം ഇതിനു മുമ്പും ഒരു പ്രാവശ്യം നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് ലെജസി ബിയോണ്ട് ഒരു മിനിറ്റ് ഇന്ന് നമ്മുടെ ലെജസി ബിയോണ്ട് അതായത് സമ്പത്തിനപ്പുറം പൈതൃകം എന്ന സബ്ജക്റ്റിനാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. പൈതൃകം മറന്ന് സമ്പത്തിന് പുറകെ പായുന്ന ഈ കാലത്ത് ഈ വിഷയത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാര്യം തമ്മിലുള്ള ബന്ധങ്ങളെ ഉപേക്ഷിച്ച് ടെലിഫോൺ യുഗത്തിലേക്ക് മാറിയിരിക്കുന്ന ഈ കാലത്ത് ഈ ഒരു സബ്ജക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ ഒരു പ്രത്യേക കമ്മ്യൂണിക്കേഷനിൽ BA എടുത്ത ശേഷം MBA IIMKയിൽ നിന്നും MBA എടുത്ത ആളാണ്. കേൾക്കുന്നില്ല. മറ്റനേകം സ്ഥാപനങ്ങളിലും ട്രെയിനറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ബെസ്റ്റ് ട്രെയിനറായിട്ട് ഉള്ള അവാർഡ് എക്കണോമിക് ടൈംസ് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് എന്തുകൊണ്ടും ഉന്നത സ്റ്റാൻഡേർഡ് നിലവാരത്തിലുള്ളതായി നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ജോസ് കെ ജേക്കബ്, സെക്രട്ടറി അനീഷ്, സന്നിഹിതരായിരിക്കുന്ന കുന്നംകുഴിക്കൽ പാലത്തിങ്കൽ കുടുംബാംഗങ്ങളെ, മറ്റു സ്നേഹിതര്, സുഹൃത്തുക്കള് എല്ലാവരെയും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിഷ്ണു. താങ്ക് യു ബേച്ചാച്ച. വിഷ്ണുവിനെ നമ്മളൊരു സെഷൻ എടുക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. വിഷ്ണു പ്ലീസ്. താങ്ക് യു ജോസ്. താങ്ക് യു. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പല ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യക്ക് പുറത്തുനിന്നോ ഒക്കെയുള്ള ആളുകളായിരിക്കാം ഫാമിലിയിൽ ഉണ്ടാവുക. തീർച്ചയായിട്ടും ഞാൻ രണ്ടാമതാണ് ഈ ഫാമിലി ഫംഗ്ഷനിൽ വരുന്നത്. എനിക്ക് വളരെ സന്തോഷം. പ്രത്യേകിച്ച് ജോസ് സാറുമായിട്ട് എനിക്ക് വർഷങ്ങളുടെ ഒരു പരിചയം അദ്ദേഹത്തിന്റെ
ഡെഡിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരിട്ട് കാണുകയും അത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. സോ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി ഹിയർ. ഇപ്പൊ ഞാൻ ജോസ് സാറിനോട് ശരിക്കും പറഞ്ഞാൽ ഈ സെഷന് വരുമ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചായിരുന്നു, അപ്പൊ ജോസ് സാറ് അതിന് ഉത്തരം പറഞ്ഞായിരുന്നു. അപ്പൊ ഈ തവണ ഞാൻ ഈ ടോപ്പിക്ക് നമ്മൾ എന്ത് ലെഗസിയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലെഗസി വി വോണ്ട് ടു ഗിവ് ടു അവർ യങ്ങർ ജനറേഷൻ. അത് സമ്പത്താണോ, ആരോഗ്യമാണോ, പൈതൃകമാണോ, അതോ ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആണോ? അപ്പൊ അത് സംസാരിച്ചപ്പോൾ ഞാൻ ജോസ് സാറിന് ചോദിച്ചു, ജോസ് സാർ ഇങ്ങനെ ഒരു കുടുംബയോഗം എന്ന് പറഞ്ഞൊരു കാര്യം അതിന് ആരാണ് ഇനീഷ്യേറ്റീവ് എടുത്തത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ആരാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്? കാരണം എനിക്ക് ഉറപ്പാണ് ഒരാളുടെ എഫേർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഇല്ലാതെ ഇതിനെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ ജോസ് സാറ് പറഞ്ഞത് ബേബി ചാൻ എന്ന് ജോസ് സാറ് വിളിക്കുന്ന അപ്പച്ചനാണ് ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി എഫേർട്ട് എടുത്തതും ഇതിന്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ അതിനുവേണ്ടി ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കാനും അവരെയൊക്കെ കോണ്ടാക്ട്സ് എടുക്കാനും അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തു അദ്ദേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക ഒരു നന്ദിയും ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലെഗസിയുടെ ഫസ്റ്റ് കാര്യം സാർ ചെയ്തു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ യുവതലമുറയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് പോയിന്റ് സ്റ്റേ കണക്റ്റഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, നമുക്ക് സ്റ്റേ കണക്റ്റഡ്. അപ്പൊ ഇന്ന് പലപ്പോഴും പല രാജ്യങ്ങളിലും പല സംസ്കാരങ്ങളിലും പല കുടുംബങ്ങളിലും ഒക്കെ ഈ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങനെ നമ്മൾ അറ്റുപോവാന്ന് പറയും അല്ലെ. ആ കണക്ഷൻസ് അറ്റുപോകുന്ന ഒരു പ്രവണത ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഒരു വ്യക്തി ആ കുടുംബത്തിനെ ഒന്ന് ഒരു കണ്ണികളെ ചേർത്ത് നിർത്താൻ വേണ്ടി ഒരു എഫേർട്ട് ഇന്നത്തെ കാലത്ത് എടുക്കുക, അതിൽ വേറെ പ്രത്യേകിച്ച് യാതൊരു ലാഭവും കിട്ടുന്ന കാര്യമല്ല അല്ലെ. നമ്മളെല്ലാവരും ഇന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കി പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് ആ ഒരു കുടുംബത്തിനെ ഒന്ന് സംയോജിപ്പിക്കാനായിട്ട് പ്രവർത്തിച്ചു അദ്ദേഹം. അതൊരു ഗ്രേറ്റ്, ഒരു വളരെ നല്ലൊരു സ്റ്റെപ്പാണെന്ന് ഞാൻ പറയുന്നു. സോ ഇന്നത്തെ സെഷൻ തുടങ്ങുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ്. സോ നമ്മുടെ വാക്ക് കാര്യങ്ങൾ ലെഗസി ആണല്ലോ. അപ്പൊ എനിക്ക് വേണ്ടത് ഇവിടെ ഉള്ള ആളുകൾ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫാമിലിയെ പറ്റി ഒരു ഇൻഫർമേഷൻ, ഈ കുടുംബത്തിനെ പറ്റി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്തും ആകാട്ടോ. നിങ്ങളുടെ റൂട്ട്സിനെ കുറിച്ചാവാം, നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളെ കുറിച്ചാവാം, വ്യക്തിയെ കുറിച്ചായിരിക്കാം, കാഴ്ചപ്പാടുകളെ കുറിച്ചായിരിക്കാം, സ്ഥലങ്ങളെ കുറിച്ചായിരിക്കാം, എന്തുമാവാം. ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഒന്ന് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യവും വെളിപ്പെടുത്തുക. അതാണ് നമ്മുടെ ആക്ടിവിറ്റി, ഫസ്റ്റ് ആക്ടിവിറ്റി. സോ ആർക്ക് വേണമെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്റെ ഫാമിലിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചയപ്പെടാവുന്നതാണല്ലോ. സോ എന്റെ പേര് വിഷ്ണു ലോന ജേക്കബ് എന്നാണ്. വളരെ വ്യത്യസ്തമായ ഒരു പേരാണ്. ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാം, അലുവയും മത്തിക്കറിയും പോലെയാണ്. ഗുഡ്. സോ എന്റെ പിതാവിന്റെ പേര് PL ജേക്കബ് എന്നാണ്, മാതാവിന്റെ പേര് റാണി ജേക്കബ് എന്നാണ്. എന്റെ പിതാവ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഞങ്ങളുടെ തറവാട് തൃശ്ശൂർ മാള അന്നമനട പാലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ എന്റെ തറവാടിന്റെ പേര് പാനികുളം എന്നാണ്. അതിൽ പാനികുളങ്ങര എന്നാണ് നമ്മുടെ ആ വിങ്ങിനെ വിളിക്കുന്നത്. പാനികുളം എന്നാണ് മെയിൻ ആ പാരമ്പര്യത്തിന്റെ ട്രീനെ വിളിക്കുന്നത്. അപ്പൊ ഒരു റിലീജിയസ് പറയുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ റോമൻ സിറിയൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അപ്പോ എന്റെ ഒരു തറവാടിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത ഞാൻ മനസ്സിലാക്കുന്നത്, അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ എന്റെ അപ്പച്ചൻ അദ്ദേഹം അത്ര വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലായിരുന്നു. അദ്ദേഹം ഇച്ചിരി ആൽക്കഹോളൊക്കെ കള്ളു കുടിക്കുന്ന ഒരാളും ഒക്കെ ആയിരുന്നു. പക്ഷെ നല്ല അധ്വാനിയായിരുന്നു, പക്ഷെ അത്ര എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു കാര്യത്തിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് എന്റെ അപ്പനാണ് ഏറ്റവും മൂത്ത മകൻ ആ കുടുംബത്തിലെ. അപ്പൊ എന്റെ അപ്പനോട് ഒരു കാര്യം അദ്ദേഹം പ്രോമിസ് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്റെ അപ്പൻ എപ്പോഴും അഭിമാനത്തോടെ പറയും, ഒരിക്കലും സ്കൂളിൽ പോകാത്ത ഒരു കർഷകനായ എന്റെ അപ്പൂപ്പൻ എന്റെ അപ്പനോട് തന്റെ മൂത്ത മകനായ അപ്പനെ കൊണ്ട് ഒരു പ്രോമിസ് ചെയ്യിപ്പിച്ചു. ഒറ്റ പ്രോമിസാണ്, എടാ നീ നിന്റെ പെങ്ങന്മാരെ കെട്ടിക്കുന്നതിന് മുമ്പ് അവരെല്ലാവരും പഠിക്കണം, ജോലിയിൽ കയറണം. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ അവരെ കെട്ടിക്കാവൂ. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊന്നും അറിയില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു പ്രോമിസ്, നീ എനിക്കതൊരു വാക്ക് തരണം, എന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്ന് തന്നെ അറിയില്ല, പക്ഷെ നീ മൂത്ത മകൻ എന്ന രീതിയിൽ ആ ഉത്തരവാദിത്വം എടുക്കണം. അപ്പോ എന്റെ കുടുംബത്തിൽ 5 ആണും 5 പെണ്ണുമാണ്. 6 പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പൊ ഏറ്റവും മൂത്താണ് എന്റെ അപ്പൻ ആ 5 പെണ്ണുങ്ങളെയും ഞങ്ങൾ മേമ എന്നാ വിളിക്കുക, മേമ പേപ്പൻ എന്നാ വിളിക്കുക. പെങ്ങന്മാരെ മേമ എന്ന് വിളിക്കുക, അപ്പന്റെ ബ്രദേഴ്സിനെ പേപ്പൻ എന്നാ വിളിക്കുക. അപ്പൊ 5 മേമമാരും പഠിക്കുകയും അതിൽ 3 പേര് ഡോക്ടേഴ്സാണ്. ഒരാള് കോളേജ് ലെക്ചററാണ്, ഒരാള് മെഡിക്കൽ കോളേജിൽ തന്നെ, ഡോക്ടർ ആവാൻ സാധിക്കാതെ മെഡിക്കൽ കോളേജിൽ തന്നെ ആള് ലാബ് ടെക്നീഷ്യൻ ആണ്, ഇപ്പൊ റിട്ടയർ ചെയ്തു.
അപ്പൊ 5 പേരെയും പഠിപ്പിച്ച് അവരെ ഒരു ജോലിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് വിവാഹം കഴിപ്പിച്ചത്. കാരണം അന്നത്തെ കാലത്ത് അത് അത്ര എളുപ്പമല്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, പെൺകുട്ടികളൊക്കെ ഒരു 22 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കെട്ടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു മിക്ക എന്റെ മേമ്മമാരും ഒരു 25, 26 ആ പ്രായങ്ങളിലാണ് കല്യാണം കഴിച്ചത്. കാരണം അവർക്കൊരു ജോലി കിട്ടി, അവർ സെറ്റ് ആയതിനു ശേഷം. സോ അതാണ് എന്റെ കുടുംബത്തിനെ കുറിച്ച് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാര്യം. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. സോ ഞാൻ ആ ജനറേഷന്റെ കണ്ടിന്യൂറ്റി ഞങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. വി മേക്ക് ഷുവർ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നത്രയും ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ പെണ്ണുങ്ങളെയും പഠിപ്പിക്കാനും അവരെ ഒരു ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അത് എടുത്തു പറയാൻ കാരണം നമ്മുടെ സാമൂഹിക സാഹചര്യം. ഇന്നത്തെ സാഹചര്യങ്ങൾ മാറി, നമുക്കത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു മഹത്തായ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഓക്കെ, ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സോ ഗുഡ് ഈവനിങ് ഓൾ. എന്നെ അറിയാം എല്ലാവർക്കും. ഞാൻ ഡോക്ടർ ജോസ് കെ ജേക്കബ്. ഞാൻ കുന്നംകുഴിക്കൽ കുടുംബത്തിലെ എല്ലാവരും കുട്ടപ്പൻ എന്നറിയപ്പെടുന്ന ആളാണ് അപ്പച്ചൻ. രണ്ടാമത്തെ മകനായിട്ടാണ് ജനിച്ചത്. ഇപ്പോൾ യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളായി വർക്ക് ചെയ്യുകയാണ്. പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തൊടുപുഴയാണ് നമ്മുടെ വീട് എങ്കിലും വളരെ എല്ലാവരും കർഷക കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് എല്ലാവരും. പക്ഷേ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക്. അതുപോലെ തന്നെ ഒരു ഏറ്റവും കൂടുതലായിട്ട് അപ്പച്ചൻ്റെയും മമ്മിയുടെയും ഒക്കെ കയ്യിൽ നിന്ന് കണ്ടിരിക്കുന്നത് സർവീസ്, അതായത് വേറെ ലാഭേച്ഛ കൂടാതെയുള്ള ഒരു സർവീസ്. അപ്പച്ചൻ മരിച്ചത് കഴിഞ്ഞ ഏപ്രിലാണ്. അപ്പച്ചനൊരു എനിക്ക് തോന്നുന്നു 75 വയസ്സ് വരെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകും. അത് 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകും. നമുക്കറിയാം 75 വയസ്സിലൊക്കെ അല്ലെ 70 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ പോവുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അത് എന്ന് പറയുന്ന ആ ഹാർഡ് വർക്ക്, ആ ഒരു ഡെഡിക്കേഷനാണ്, ആ വർക്കിനോടുള്ള ഒരു ആത്മാർത്ഥത. അതുപോലെ തന്നെ ഒരു 35 വർഷത്തോളം മൈഗ്രെയിൻ എന്നുള്ള അസുഖത്തിന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. അതൊരു പച്ചമരുന്നാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് വരെ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും പേയ്മെന്റ് വാങ്ങിച്ചിട്ടില്ല. 35 വർഷമായിട്ട് ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ വന്ന് ചെയ്തു ഈ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്തു പോയി. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ചെയ്തു പോയി. അവർക്കൊക്കെ ഇന്നവരെ വീട്ടിൽ മൈഗ്രെയിന് വേണ്ടി വന്ന ഒരാളോട് പോലും നോ എന്ന് പറഞ്ഞിട്ടില്ല. അത് വലിയൊരു പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ട് കാണുന്നു. അപ്പോൾ ഇതാണ്. പിന്നെ എൻ്റെ വൈഫ് അഞ്ജു ടീച്ചറാണ് ഓൾറെഡി. കോട്ടയം പുന്നത്ര സ്കൂളിൽ പഠിപ്പിക്കുന്നു. 2 മക്കള്. ജോഷ് ഇപ്പോൾ 10th കഴിഞ്ഞ് ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്തു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഇളയാള് റോഷ് ഇപ്പോൾ 9th സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയുമാണ് ഫാമിലിയെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. അടുത്ത ആര് വേണമെങ്കിലും. എല്ലാവരും ഉണ്ട്. ബേബിച്ചാനുണ്ട്, വെള്ളത്തൂരിൽ ബേബിച്ചാനുണ്ട്, ബേബിച്ചാച്ചനുണ്ട്, എല്ലാവരും ഉണ്ട്. ലൈസേസി. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ വിഷ്ണു സാറിനൊരു ബിഗ് സല്യൂട്ട്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആദ്യം തുടങ്ങിയതിന്. എൻ്റെ പേര് ലൈസ. ഞാൻ കുന്നംകുഴ കുടുംബാംഗമായി ചേർന്നത് 1998-ലാണ്. എൻ്റെ സ്വന്തം വീട് കണ്ണൂരാണ്, പയ്യാവൂർ എന്ന് പറയും. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ മാത്രം ഒരു ഫാമിലിയാണ് കോഴിക്കോടേക്ക് കുടിയേറി പാർത്തത്. അതിൻ്റെതായ ചില എന്താ പറയുക, ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബന്ധങ്ങൾക്ക് കുറെ പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം ജോസ് സാറ് പറഞ്ഞ പോലെ തന്നെ, വിഷ്ണു സാറും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആങ്ങള മാഷായിരുന്നു. മാഷ് ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്തി. എങ്കിലും ഞങ്ങളെ എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അന്ന് എൻ്റെ പേരൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന എഡ്യൂക്കേഷനൊക്കെ നൽകി. അങ്ങനെ ചേർത്ത് നിർത്തി ഞങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നു. അങ്ങനെയാണ് എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ച്. അതിനുശേഷം ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ എല്ലാ വർഷവും ഗെറ്റ് ടുഗദർ നടത്തുമായിരുന്നു.
അങ്ങനെ വന്നപ്പോൾ ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു, കാരണം ഞങ്ങള് ചുങ്കത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നവരാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫാമിലിയിലെ എല്ലാവരുമായിട്ട് കാണാനും മിങ്കിൾ ചെയ്യാനൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ബേബിച്ചേട്ടൻ ഇങ്ങനെ നമുക്കും ഇങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുടക്കം. അപ്പൊ ഞാൻ അതിയായ സന്തോഷം ഉണ്ടായി. കാരണം അന്ന് ഇവിടെ കെട്ടി വരുമ്പോ ഇവിടെ അച്ചാച്ചൻ എന്ന് പറഞ്ഞ സോറി കേട്ടോ, കോള് വന്നുകൊണ്ടാണ്. അങ്ങനെ വന്നു. പിന്നെ ഇതിനൊരു തുടക്കം കുറിച്ചു. ആ തുടക്കം പിന്നീട് വളരെ ശക്തമായി. അങ്ങനെ ശക്തമായി വന്നതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇപ്പം, സോറി കേട്ടോ, ഞാൻ എൻ്റെ ഇത് പറഞ്ഞില്ല, ഞാനൊരു പ്രൈവറ്റ് അധ്യാപിക കൂടിയാണ്. അപ്പം വീട്ടിൽ വന്നാലും ഒരു സ്വസ്ഥത തരാത്തൊരു അവസ്ഥയായിരുന്നു. ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി തന്നെ ഞങ്ങൾക്ക് ഇത് തീരാത്തതുകൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് വിളിക്കുന്നതാണ്. അങ്ങനെ ശക്തമായി. അപ്പൊ എനിക്ക് ഞാൻ എത്തപ്പെട്ട ഒരു ഫാമിലിനെ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ഈ ഫാമിലി വന്നപ്പോൾ ഈ ഒരു കോർഡിനേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് അത്രയും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സണ്ണി, എനിക്ക് 2 മക്കളാണ്. ഞങ്ങള് 4 പേരടങ്ങുന്ന കുടുംബമാണ്. പിന്നെ ഹസ്ബൻഡ് ഇപ്പം കുറച്ചു കാലം വിദേശത്തായിരുന്നു. ഇപ്പം വീട്ടിലൊക്കെ ഇവിടെ പറമ്പിപ്പണിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. മോടെ കല്യാണം കഴിഞ്ഞു. മോനിപ്പം MIT എന്ന കോഴ്സ് കഴിഞ്ഞ് അവനും ഇങ്ങനെ ചെറിയൊരു സ്റ്റുഡൻറ് വിസയിൽ പോകാനുള്ള ഒരു ഇതിൽ നിൽക്കുന്നു. അത്രയൊക്കെയാണ്. താങ്ക് യു. താങ്ക് യു മാഡം, താങ്ക് യു. അടുത്ത ആരാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ബേബിച്ചായ അൺമ്യൂട്ട് ചെയ്യണേ. വെള്ളത്തൂരിലെ ബേബിച്ചാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ബേബിച്ചാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം സീനിയർ മോസ്റ്റ് ആയിരിക്കും. ഇതിന്റെ ബേബിച്ചാച്ചിന്റെ ഒപ്പം തന്നെ ഈ കുടുംബയോഗം ഇതുപോലെ ആക്കി എടുക്കാനായിട്ട് പ്രവർത്തിച്ച ഒരാളും കൂടിയാണ് ബേബിച്ചാൻ. ഞാന് വെള്ളത്തൂരിൽ താമസിക്കുന്ന ബേബി. കുന്നംകുഴക്കൽ ഫാമിലിയില് എൻ്റെ 5 സഹോദരങ്ങളാണ് എൻ്റെ ഒപ്പം ഉള്ളത്. 5-6 സഹോദരങ്ങൾ. അതിൽ 3-ാമത്തെ ആളായിരുന്നു എൻ്റെ ചാച്ചന്. അപ്പൊ ഇവരെല്ലാരും കൂടെ ഞാനൊരു 5 വയസ്സായപ്പം ചുങ്കത്തിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. 5 വയസ്സായപ്പോഴും ഞങ്ങളുടെ കാരണന്മാര് അവരെ സഹകരിച്ച് എല്ലാവരും കൂടെ ഒന്നായിട്ട് ഇങ്ങനെ സ്വത്തുകളെല്ലാം ഉണ്ടാക്കിയെങ്കിലും ഈ ഹൈറേഞ്ചിലും മലബാറിലും എല്ലാം പോയി കുടിയേറ്റം നടത്തിയപ്പോഴും അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറി ജോലി ചെയ്യാൻ സഹകരിച്ച് ചെയ്യുന്ന സമയത്താണ് പിന്നെ അത് വീതം വെച്ചപ്പം നാട്ടിലെല്ലാവർക്കും സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ മലബാറിലും ഹൈറേഞ്ചിലുമായിട്ട് ഓരോരുത്തരെയും അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ 2 പേര് ഹൈറേഞ്ചിൽ പോകുന്നു, ഒരാള് മലബാറില്. അപ്പൊ ഒരാളെ ഇറക്കി മരിച്ചുപോയി. അതുകൊണ്ട് അവരും നാട്ടിൽ നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും നാട്ടിൽ വീതം ഉണ്ടായിരുന്നു. അത് കുറച്ചു കാലം കഴിഞ്ഞപ്പം അവിടെ ഇവിടെയും കൂടെയുള്ള നോട്ടം അന്നത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടായപ്പം നാട്ടിലത്തെ സ്ഥലം വിറ്റിട്ട് പിന്നെ ഇവിടെ മാത്രമായിട്ട് നിൽക്കുകയായത്. അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പം ഇവിടെ പഠിക്കണമെങ്കിൽ അന്ന് കോളേജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ വരെ പോകണം. മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ, അവിടെയൊക്കെ കോതമംഗലത്തും കോളേജ് ഇല്ലായിരുന്നു തോന്നുന്നു. മൂവാറ്റുപുഴ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തൊടുപുഴയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം വിദ്യാഭ്യാസം ആയിട്ട് ഇവിടെയുള്ളവർക്ക് അധികം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ ഏതാണ്ട് മിക്കവാറും തന്നെ എല്ലാവരും ഒരു 10-ാം ക്ലാസ് വരെയൊക്കെ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരൊക്കെ ഒന്ന് വിദ്യാഭ്യാസം നിർത്തി കാർഷിക മേഖലയിലേക്ക് മാറി. അങ്ങനെ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ച് അത് ഞങ്ങളുടെ എല്ലാം കുടുംബം ശരിക്കും ഒരു കൂട്ടുകുടുംബത്തിന്റെ രീതിയായിരുന്നു. അപ്പൊ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും കാരണന്മാരുള്ളപ്പം ഈ വീട്ടില് എല്ലാവരും വരുന്നു. മക്കളും ചേട്ടന്റെ മക്കള്, അനിയന്റെ മക്കള് എല്ലാവരും കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ചാച്ചൻ മരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച 83-ൽ മരിച്ചതാ. വേണ്ട 46 വർഷമായെന്ന് തോന്നണം മരിച്ചിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ചു. പിന്നെ എല്ലാവരും വിവാഹിതരായി. അപ്പം എന്റെ നിലവിൽ ചേട്ടന്മാർ 2 പേരും മരിച്ചുപോയി.
പിന്നെ ഒരു സഹോദരി അടുത്തുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരാള് ഇപ്പം അമേരിക്കയിലാണ്. അപ്പൊ എൻ്റെ പിള്ളേരും അവരുടെയൊക്കെ എല്ലാ വിദ്യാഭ്യാസത്തിന് കുഴപ്പമില്ലായിരുന്നു. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ ചെയ്തു. മക്കളെ രണ്ടുപേരും ഇപ്പം ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. മോള് തിരുവനന്തപുരത്ത് അവിടെ സെറ്റിൽ ആയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയില് ഈ കുടുംബത്തിന്റെ ഈ അകൽച്ച എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വരുമ്പോ എല്ലാവരുമായിട്ടും നാട്ടിലൊക്കെ പോകുമ്പോ എല്ലാ വീട്ടിലും പോയി ഓരോ വീട്ടിൽ പോയി കിടക്കുകയും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു കുറവ് വന്നു. ആ കുറവ് നമുക്കൊരു നേട്ടം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബയോഗത്തെ കുറിച്ച് തന്നെ ആലോചിക്കുകയും അങ്ങനെ ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് 2012 ഞങ്ങൾ ആദ്യമായിട്ടൊരു കുടുംബയോഗം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2012 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് നടപ്പിലാക്കി വന്നപ്പോഴത്തേനും 4 വർഷമായി. അതിൻ്റെ ചരിത്രങ്ങൾ ശേഖരിക്കുകയും എല്ലാ കാര്യങ്ങളും ആക്കി വന്ന് ഇപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും സഹകരിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴത്തേനും തന്നെ ഒത്തിരി ആൾക്കാർ ഇപ്പം വിദേശത്തൊക്കെ പോയതുകൊണ്ട് ഇപ്പം ഒത്തിരി ആൾക്കാരും അങ്ങനെയുള്ള ഒരു അകൽച്ചയും കൂടെ വന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ ഇതിനോട് വളരെയധികം താല്പര്യമാണ്. കാരണം ആ കുടുംബത്തിന്റെ ഇതുകൊണ്ട് ബന്ധങ്ങൾ അറിയാനും അതിനെക്കുറിച്ചൊരു ആൾക്കാരെ തമ്മിൽ ഇതുകൊണ്ട് മക്കൾക്കാണെങ്കിലും അത് അറിയിച്ചു കൊടുക്കാനും വേണ്ടിയുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ട്. അത് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ ഇതാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു ബച്ച, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്തത് നമ്മുടെ അടുത്തതാരാണ് സംസാരിക്കുന്നത്? അടുത്ത ആരായിരിക്കും? ചേച്ചി ഓൾറെഡി പറഞ്ഞു. സണ്ണിച്ചേട്ട എവിടെ ഉണ്ട്? സായി ഇപ്പോഴാണ് വന്നത്. സായി ഒന്ന് പുറത്തു പോയതായിരുന്നു. ഓക്കെ 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 ഓക്കെ. യാ ഓക്കെ ഓക്കെ. ബാക്കി എല്ലാവരും ഓരോ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് എല്ലാവരും. നോ ഇഷ്യൂസ്, നോ ഇഷ്യൂസ്. ഞാൻ എന്തുകൊണ്ടാണ് അതിനെ പറയിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നത് ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ യുവതലമുറയ്ക്ക്, അല്ലെങ്കിൽ ആരാണോ നമ്മുടെ മക്കൾ, നമ്മുടെ അവകാശികൾ, പിൻഗാമികൾ, അവർക്ക് കൈമാറണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛനിൽ നിന്നും എൻ്റെ വായനയിൽ നിന്നും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഒക്കെയാണ്. അതിന് ഒരു കാരണം ഞാൻ ആദ്യം പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം, നമ്മുടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന ഒരു സമയം ഉണ്ടായി. 2018 പ്രളയം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ്. അപ്പൊ ഈ പ്രളയത്തിന്റെ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇതുപോലൊരു കുടുംബയോഗം ഉണ്ട്. അപ്പൊ ആ കുടുംബയോഗത്തിൽ ഇതുപോലെ തന്നെ ഞങ്ങൾക്കും വാട്സാപ്പിലൊക്കെ ഒരു ഗ്രൂപ്പും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഉള്ളതുപോലെ. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് ഒരു പോസ്റ്റ് ഇട്ടു, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പറയണം. ആരെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരികയോ ആഹാരം കിട്ടാതിരിക്കുകയോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് പോലെ ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ സേഫ് ആണെങ്കിൽ സേഫ് ആണെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടു. അപ്പോ എല്ലാ ആളുകളും, അതിൻ്റെ അകത്ത് എല്ലാ ആളുകളും, എൻ്റെ കുടുംബത്തിന്റെ ഡയറക്റ്റ്, അതായത് എൻ്റെ അപ്പച്ചൻ, അമ്മച്ചി, അവരുടെ 10 മക്കൾ, മക്കളുടെ മക്കൾ, കൊച്ചുമക്കൾ, ഇത്രയും കാറ്റഗറിയിലുള്ള ആളുകൾ, അവരെല്ലാവരും തമസപ്പെട്ടു. ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലം ഇല്ല. ഒരു രീതിയിലും അവരെ ഒന്നും എഫക്ട് ചെയ്തില്ല. ഇപ്പൊ എൻ്റെ അപ്പൻ മാവേലിക്കരയായിരുന്നു, എഫക്ട് ചെയ്തില്ല. അപ്പൊ എൻ്റെ തൊട്ടടുത്ത അനിയൻ ആലപ്പുഴയാണ്, അദ്ദേഹത്തെ എഫക്ട് ചെയ്തില്ല. അത് കഴിഞ്ഞുള്ള 2 പേര് തൃശ്ശൂരാണ്, എഫക്ട് ചെയ്തില്ല. 3 പേര് പാലക്കാടാണ്, അവരെ എഫക്ട് ചെയ്തില്ല. പിന്നെ 2 പേര് വിദേശത്താണ്. അപ്പൊ ആരും, അവരുടെ മക്കളൊന്നും ഒരു രീതിയിൽ എഫക്റ്റഡ് അല്ല. അപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഈ പ്രളയം കാര്യമായി വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഫാമിലി തന്നെ ഒരു 100-150 പേരുണ്ട്. ആ 150 പേരും തമസപ്പ് വന്നിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ താമസിക്കുന്നത് കാക്കനാട് എന്ന സ്ഥലത്ത് ഒരു ഫ്ലാറ്റിലാണ്. അപ്പൊ ഇവിടെ കുറെ സിനിമാ നടന്മാരും അങ്ങനെയുള്ള ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സിനിമാ നടൻ, അദ്ദേഹം ഇർഷാദ് എന്ന് പറഞ്ഞൊരു നടനാണ്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. കീച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുകയും വർഷങ്ങളായിട്ട്, പണ്ട് പോലെ ഇപ്പോഴും ആക്റ്റീവാണ്. ഒരു സപ്പോർട്ടിങ് റോളൊക്കെ ചെയ്യുന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ഒരു ആക്ടറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം, ഞാൻ ഈ ഫ്ലാറ്റിന്റെ ചെറിയ അസോസിയേഷനിലൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേടാ വിഷ്ണു, നീ ഫ്രീ ആണോ, നമുക്കൊരു സ്ഥലം വരെ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വണ്ടി എടുത്തു, ഞാനും ചെന്നു.
ഞങ്ങൾ ഒരുമിച്ച് ഈ UC കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് ആലുവ. അപ്പൊ അതിന്റെ ബാക്ക് സൈഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ ജീപ്പ് പോലത്തെ ഒരു വണ്ടിയുണ്ട്, അത് വെള്ളത്തിലൊക്കെ സുഖമായിട്ട് സഞ്ചരിക്കുന്നതാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒരു റെസിഡൻഷ്യൽ വില്ല കോംപ്ലക്സ് ഉണ്ട്. ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്ത് ഒരു 30ഓളം റെസിഡൻഷ്യൽ വില്ലകളാണ്. അതായത് ഏകദേശം നല്ല സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു 30 വില്ലകളാണ്. ഇപ്പൊ കെസാഡൽ എന്ന് പറഞ്ഞിട്ടൊരു പേരിലാണ് ആ വില്ല. ഭയങ്കര എല്ലാം വളരെ കോടീശ്വരന്മാരായ, സാമ്പത്തികമായൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു 30 വീടുകളാണത്. അപ്പൊ ഈ വില്ല ഇങ്ങനെ ഒരു മെയിൻ റോഡിൽ നിന്നൊരു ഇറക്കത്തിലേക്ക് ഇറങ്ങി ഈ പ്രോപ്പർട്ടിയിലോട്ട് വരികയാണ്. പിന്നെ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും പ്രൈവറ്റ് റോഡുമാണ്. അപ്പൊ പലപ്പോഴും ഈ താഴ്ചയിലായതുകൊണ്ട് പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല ഇത്. അപ്പൊ ഞങ്ങൾ അതിൽ പോയപ്പോൾ ഈ വില്ലയുടെ ഫസ്റ്റ് ഫ്ലോർ വരെ കംപ്ലീറ്റ് മുങ്ങി കിടക്കുകയാണ്. മുങ്ങിക്കടന്നിട്ട് ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇവരെ ആളുകൾ ലൈറ്റും അവർക്കൊക്കെ എന്ത് കൊട്ടാൻ പറ്റുന്ന സാധനവും ഒക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അവർ ഒരാളും അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഇപ്പുറത്ത് റോഡ് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ വീടുകൾ വെള്ളത്തിനടിയിലാണ്. അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ആദ്യത്തെ 3-ാമത്തെ ദിവസമായപ്പോൾ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് അവസ്ഥ ഞങ്ങളുടെ കയ്യിലൊന്നും നിൽക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഞങ്ങൾ കളക്ടറേറ്റിൽ വന്ന് കളക്ടറേറ്റ് റിപ്പോർട്ട് ചെയ്ത് കളക്ടറേറ്റ് കുറച്ച് സ്വിമ്മിംഗ് ഒക്കെ അറിയാവുന്ന ആൾക്കാരെയും കുറച്ച് എയർബോട്ടും ഒക്കെ സംഘടിപ്പിച്ച് ഡയറക്റ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫണ്ട് റേസ് ചെയ്ത് അരി സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് ഇവരെ ഏൽപ്പിച്ചു. അവർ പിന്നെ അത് ചെയ്തു. 6-ാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ പോയി. അപ്പോഴത്തേക്കും വെള്ളം ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് ചെളിയൊക്കെ ആയി കിടക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഫാമിലിനെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഇർഷാദിനെ കണ്ടായിരുന്നു, ഞങ്ങൾ ആളെ സിനിമ നടനായതുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്തു, ഞങ്ങൾ തിരിച്ച് കൈയൊക്കെ കാണിച്ചായിരുന്നു അന്ന് വന്നപ്പോൾ. അപ്പൊ ഇർഷാദിന്റെ കൂടെ വന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ഞങ്ങൾ ഇർഷാദ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്നപ്പോ ആ അപ്പച്ചൻ പറഞ്ഞു മോനെ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് ഇത്രയും ഒരു സ്വർഗമായിട്ടുള്ള ഒരു ബിൽഡിങ്ങും കോമ്പൗണ്ട് ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ്. ഞങ്ങൾക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, ജിം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മറ്റേ ഓർഗാനിക് കൃഷിയുണ്ട്, അവർ തന്നെ സ്വന്തമായിട്ട് പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്, വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, ഷട്ടിൽ കോർട്ട് ഉണ്ട്, സിന്തറ്റിക് ട്രാക്ക് ഉണ്ട് മോർണിംഗ് വാക്ക് നടത്താനായിട്ട്. അവരുടെ അതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവര് സ്വയം പര്യാപ്തമായ ഒരു നഗരമാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഈ അയൽവക്കവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം അവിടെയുള്ള ഈ 30 വില്ലക്കാരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അവരവിടെ ജോലിയായിട്ട് ബാങ്കിൽ ജോലി, അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ UC കോളേജിൽ പഠിപ്പിക്കുന്നു, അങ്ങനെ വന്നേക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് സത്യം പറഞ്ഞാൽ പുറത്തുള്ള നെയ്ബേഴ്സുമായി ഈ 30 പേരും തമ്മിൽ നല്ല ബന്ധമൊക്കെ ഉണ്ട്. പുറത്തുള്ള നെയ്ബേഴ്സുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും, പലരുടെയും ഫോൺ നമ്പർ പോലും ഇവരുടെയിലൊന്നും ഇല്ല. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് നെറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇനി ജീവിച്ചാൽ പറ്റില്ല, വി ഷുഡ് ഓപ്പൺ അപ്പ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനൊരു കണ്ണു തുറക്കലായിരുന്നു ഈ പ്രളയം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് നൽകേണ്ട ഫസ്റ്റ് തിങ്, നമ്മൾ ബൈബിൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ആദ്യമേ അവന്റെ രാജ്യവും മഹത്വവും അന്വേഷിക്കുക, അല്ലെ ബാക്കിയെല്ലാം വിൽ ബി ടേക്കൻ കെയർ, അല്ലെങ്കിൽ ഫിയർ ഓഫ് ദ ഗോഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് നൽകേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ആദ്യം തലമുറയ്ക്ക് നൽകേണ്ടത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഞാനത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം, എസ്പെഷ്യലി നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ ഇന്ന് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുക മാത്രമല്ല, ഇറ്റ് ഹാസ് റീച്ച്ഡ് എ പോയിന്റ്, ഒരു പോയിന്റ് എത്തിയിരിക്കുന്നു, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പോലായി. ഞാൻ വിശ്വാസി അല്ലെന്ന് പറയുന്ന ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പോലായി മാറിയിരിക്കുകയാണ് യുവതലമുറയുടെ ഇടയിൽ. ഞാൻ വിശ്വാസിയാണ്, ബൈബിൾ വായിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അതൊരു കുറച്ചിൽ പോലെ ചിന്തിക്കുന്ന ഒരുപാട് യുവതലമുറയുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. അതെന്തോ ഒരു മോശം കാര്യം പോലെ, അല്ലെങ്കിൽ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റെന്നുള്ള അർത്ഥത്തിലല്ല, അത് ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്, ഞാനൊരു ന്യൂ കോൺസെപ്റ്റ് എന്ന് പറയുന്ന പോലെയാണ്. സോ ഒരു കാരണവശാലും നമ്മുടെ അടിസ്ഥാന വിശ്വാസം അതെന്താണോ, എന്ത് വിശ്വാസത്തിലാണോ ജനിച്ചത് വളർന്നത്, അത് കൃത്യമായിട്ട് അതിന്റെ കോൺസെപ്റ്റ് മായം ചേർക്കാതെ മക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അത് എത്തിച്ചാൽ മാത്രം പോരാ, മക്കൾ അത് അനുചരിക്കുന്നുണ്ട്, അവരത് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മുതിർന്ന ആളുകൾ ശ്രമിക്കണം. കാരണം എൻ്റെ അപ്പൻ എനിക്കിപ്പോ 42 വയസ്സുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അപ്പൻ വിളിക്കും എന്നെ, ഞാൻ അങ്ങോട്ടും വിളിക്കും. അപ്പൻ എപ്പോ ഫോൺ സംസാരിച്ചു കഴിഞ്ഞാൽ അവസാനം ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, എടാ ബൈബിൾ വായന പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. അത് ചോദിക്കാതെ അപ്പൻ ഫോൺ വെക്കില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് അപ്പൻ എന്നെ കൊണ്ട് പറയും യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അത് നിർബന്ധമാണ്. ഇപ്പൊ എന്റെ കൊച്ചിനെ വിളിച്ചാലും അപ്പം അവസാനം എല്ലാം കഴിയുമ്പോൾ
കൈ ഉയർത്തി പറയണം. അപ്പം പറയും ഞാനും കൂടെ പറഞ്ഞോളാം. അത് എവിടെ നിന്നായാലും അപ്പൊ പറയും യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അപ്പൊ ഞാനിത് പറയാൻ കാരണം ആ വിശ്വാസം പ്രീച്ചിങ് മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി പ്രാക്ടീസ്ഡ്. അതിന് നമുക്ക് ഉള്ള 3 ടൂളുകളാണ് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും ഒരു ക്രിസ്ത്യാനിറ്റിക്കുള്ള 3 ടൂളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, നമ്മുടെ ഞായറാഴ്ച എന്ന് പറയുന്ന നമ്മൾ ആചരിക്കേണ്ട അനുഷ്ഠാനമായിട്ടുള്ള പള്ളിയിലേക്കുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്. 2, നമ്മുടെ കുടുംബ പ്രാർത്ഥന. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പള്ളിയിൽ ഞായറാഴ്ച പോകുന്നതിനോടൊപ്പം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ് നമ്മുടെ ഫാമിലി പ്രേയേഴ്സ്. അത് 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ്, 20 മിനിറ്റ് എങ്കിൽ 20 മിനിറ്റ്, രാവിലെയോ ഈവനിങ്ങോ എപ്പോഴാണോ നമുക്ക് കംഫർട്ടബിൾ. പക്ഷെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഇരുന്നിട്ട് വി ഷുഡ് ബി ഏബിൾ ടു ഡു എ ഫാമിലി പ്രേയർ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് വി ഷുഡ്, ഞാൻ എപ്പോഴും പറയും, കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ബൈബിളാണ്. ബൈബിൾ നമ്മുടെ കുട്ടികൾ വായിക്കുന്നത് ഒരു ശീലമാകാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം. എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ 100% ഇമ്പോർട്ടന്റ് ആണ്. കാരണം ക്രക്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് നമ്മൾ ലെഗസി ആയിട്ട് കൊടുക്കേണ്ടത് വിശ്വാസമാണ്. നമുക്ക് നമ്മുടെ വിശ്വാസം കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ തീഷ്ണത, നമ്മുടെ ആ ഒരു 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 പവർ ഉണ്ട് അല്ലെ. എനിക്ക് ഉറപ്പാണ്, ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പച്ചൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അന്ന് വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടിയില്ല, ഞങ്ങൾ എല്ലാവരും കൃഷിയായിട്ട് കൂടി. ഞങ്ങൾ അന്ന് ഒരു ചേച്ചി സംസാരിച്ചപ്പോൾ ആളും പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ അന്ന് വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ കാലത്ത് നമ്മളെ പിടിച്ചു നിർത്തിയ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിലുള്ള ആ തീഷ്ണതയാണ്. ഒരു സംശയം വേണ്ട. ആ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പവർ ആയിരുന്നു ആ ഡിസ്ട്രസ്, ആ സ്ട്രെസ്, ആ നെഗറ്റിവിറ്റി, ആ ഫെയിലിയർ എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. ഇന്ന് നമ്മുടെ മക്കൾ ചെറിയൊരു ലോണിന്റെ കാര്യത്തിൽ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് തുമ്മിയാൽ സൂയിസൈഡ് ചെയ്യുന്നു, ഡിപ്രഷൻ പറയുന്നു, സ്ട്രെസ് പറയുന്നു. അതിന് പ്രധാന കാരണം അവർക്ക് വിശ്വാസത്തിന്റെ ബേസ് ഇല്ല എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നമുക്ക് വിശ്വാസത്തിന്റെ ബേസ് ഉണ്ടെങ്കിൽ, നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ബിലീഫ് ഉണ്ട്, എന്ത് സംഭവിച്ചാലും നമ്മളെ രക്ഷിക്കുന്ന ഒരു കരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു മെന്റൽ ഹീലിംഗ് വേറെ ഇല്ല. നിങ്ങൾ ഏത് സൈക്കോളജിസ്റ്റ് എടുത്ത് പോയാലും സൈക്കോളജിസ്റ്റ് പറയുന്നതാണ് എല്ലാ മരുന്നും കൊടുക്കും, ഒരു ട്രീറ്റ്മെന്റും കൊടുക്കും. എന്നിട്ട് അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മേക്ക് ഷുവർ യു ബിലീവ്. എന്തിനു വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. യു ക്യാൻ ബിലീവ് ഇൻ എനിത്തിങ്, ബട്ട് ബിലീഫ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ലൈഫിൽ ബിലീഫ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് എന്നവർ പറയും. കാരണം ബിലീഫ് എന്താ ചെയ്യാൻ അറിയാമോ? ബിലീഫ് റിലാക്സസ് us. ബിലീഫ് ഹെൽപ്സ് us സ്റ്റേ കണക്റ്റഡ്. ബിലീഫ് ഓൾവേസ് കണക്ട് us ടു ദ റൂട്ട്. നമ്മുടെ റൂട്ടിലേക്ക് നമ്മളെ കണക്ട് ചെയ്യും, നമ്മുടെ വേരുകളിലേക്ക് ബിലീഫ് നമ്മളെ കണക്ട് ചെയ്യും. സോ അതായിരിക്കും എന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് ഞാൻ പറയുക. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഈ ജോസാറിന് പ്രത്യേകിച്ച് അറിയാം, നമ്മൾ ഇന്ന് സ്മാർട്ട് വർക്കിന്റെ ലോകത്താണ്. എല്ലാം ഈ സ്മാർട്ട് വർക്കാണ്. അതായത് നമ്മൾ അറിയാതെ നമ്മുടെ സമൂഹം, നമ്മുടെ മക്കളും ഒക്കെ ചിന്തിച്ചിരിക്കുന്നത് എങ്ങനെയും പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു വലിയ സംഭവം, അല്ലെങ്കിൽ എങ്ങനെയും ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം എന്താ അറിയാമോ? നമ്മുടെ നീതിബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഈ സംഭവം ഭയങ്കരമായിട്ട് കോംപ്രമൈസ്ഡ് ആവും. ഈ നീതിബോധം കോംപ്രമൈസ്ഡ് ആകുമ്പോൾ ഒരു കുഴപ്പം എന്താ അറിയാമോ? ഇത് നമ്മുടെ മനസ്സാക്ഷിയെ വല്ലാതെ അലട്ടും. നിങ്ങൾക്ക് ഏത് ഡോക്ടറിനോട് വേണ്ടി ചോദിക്കാം, ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പല രോഗങ്ങളുടെയും ഒരു പ്രധാന കാരണം നമ്മുടെ കോൺഷ്യസിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിയാത്തതാണ്. നമ്മുടെ മനസ്സാക്ഷിയോട് നീതി പുലർത്താൻ കഴിയാത്തതിന്റെ അമർഷവും ദേഷ്യവും ഫ്രസ്ട്രേഷനും വാശിയും എല്ലാം ഇരുന്ന് പുകഞ്ഞാണ് നമുക്ക് പല അസുഖം ഉണ്ടാവുന്നത്. അത് ഫിലോസഫിയിൽ പറയുന്നത് വെൻ ദ മൈൻഡ് സഫേഴ്സ് ബോഡി ക്രൈസ് ഔട്ട് എന്നാ പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സ് സഫർ ചെയ്യുമ്പോഴാണ് ബോഡി കരയുന്നത്. ബോഡി കരയുന്നതാണ് ചൊറിച്ചിലും ഷുഗറും പ്രമേഹവും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും എല്ലാം. അത് അതിന്റെ സിംറ്റമാണ്. ബോഡി കരയുന്ന അങ്ങനെയാണ്. ബോഡിക്ക് അല്ലാതെ കരയാൻ കഴിയില്ല. ബോഡി കരയുന്ന ഓരോ സിംറ്റത്തിലൂടെയാണ്. സോ രണ്ടാമത് എന്റെ പോയിന്റ്, മേക്ക് ഷുവർ വി ഹാവ് ടു ടീച്ച് ഓണസ്റ്റി, ഇന്റഗ്രിറ്റി. ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഏത് രീതിയിലും വിജയമാണ് നമ്മുടെ ലക്ഷ്യമാണ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് എന്തും ചെയ്യാം, നമ്മൾ അവിടെ എത്തിയാൽ മതി എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്താലുള്ള കുഴപ്പം, താൽക്കാലികമായിട്ട് ചിലപ്പോൾ നമുക്ക് വിജയങ്ങളൊക്കെ ഉണ്ടാവും, ഒരു സംശയമില്ല. താൽക്കാലികമായിട്ട് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാവാം. ബട്ട് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, ലോങ് റണ്ണിൽ തീർച്ചയായിട്ടും അതിന്റെ സഫറിങ്. ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് ബൈബിളിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് നിന്റെ തലമുറയെ രക്ഷിക്കാം എന്നുള്ളതാണ്. ഞാനതാ വിശ്വസിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എഗ്രി എന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ, ദൈവം തന്നിരിക്കുന്ന വേർഡ്,
വി വിൽ ബ്ലെസ് യുവർ ജനറേഷൻസ് എന്നുള്ളതാണ്. ആ ജനറേഷൻസിന്റെ ബ്ലെസ്സിങ്സിന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നമ്മൾ നീതിബോധത്തോടെ ജീവിക്കുക എന്നുള്ളത്. അതിന്റെ പ്രാക്ടിക്കാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ചെറുതായിട്ടുള്ള ബുദ്ധികളും വക്രതകളും ഒക്കെ നമ്മൾ കാണിക്കേണ്ടി വരും. ബട്ട് നമ്മുടെ നീതിബോധം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്റൻഷനാണ്. ഒരാളെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുക എന്ന് പറയുന്നതാണ് റോങ്. നമ്മൾ മനുഷ്യനാണ്, നമുക്ക് ദേഷ്യം വരും, നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ബട്ട് അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. സോ നമ്മൾ നമ്മുടെ എക്സാമ്പിൾ ആയിരിക്കണം. നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ ഒരു ലൈവ് എക്സാമ്പിൾ ആയിരിക്കണം. വി ഷുഡ് ബി ആബ്സല്യൂട്ട്ലി സ്ട്രെയിറ്റ് ഫോർവേഡ്. അതിന് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോകുന്നു. അപ്പൊ എന്റെ വൈഫ്, ഞാനും എന്റെ വൈഫും കമ്പയർ ചെയ്താൽ എന്റെ വൈഫ് എന്നേക്കാൾ 150% നീതിബോധമുള്ള ആളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ വൈഫുമായിട്ട് കമ്പയർ ചെയ്ത് എന്നേക്കാൾ 150% കൂടുതൽ നീതിബോധമുള്ള, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, എക്സ്ട്രീം ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ വൈഫ്. ഞാൻ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തമാശകളൊക്കെ കാണിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായത്, ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ കയറുന്നു. അപ്പൊ എന്റെ കൊച്ചും വൈഫും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കുന്നു. അത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പൊ അവര് ബില്ല് പറയുന്നു, ഞാൻ പൈസ കൊടുക്കുന്നു. അവർ തിരിച്ചൊരു അപ്പച്ചനാണ് ഇരിക്കുന്നത്, അപ്പച്ചൻ എനിക്ക് തിരിച്ച് ബാലൻസ് തരുന്നു. അപ്പൊ ബാലൻസ് തന്നപ്പോൾ ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ എനിക്ക് അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ കാശാണ് ഇങ്ങോട്ട് തന്നത്. സാധനത്തിന്റെ വിലയും കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് കാശ് തന്നു. അദ്ദേഹം എന്തോ പെട്ടെന്ന് ആ പ്രായത്തിലോ എന്തോ എണ്ണിയപ്പോ തെറ്റിപ്പോയതാണ്. അപ്പൊ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം, കാരണം ഞാൻ പൈസ എന്നും ഡീൽ ചെയ്യുന്ന ഒരാളാണ്. ആ കൈ കൊണ്ട് എന്റെ കൈ കിട്ടിയപ്പോൾ തന്നെ എനിക്കറിയാം ഈ കാശ് അദ്ദേഹം കൂടുതലാണ് തരുന്നതെന്ന്. ഞാൻ അപ്പോ ഒന്നും അറിയാത്ത പോലെ ഈ കാശ് എന്തോ എനിക്ക് എങ്ങനെയാ തോന്നിയത്, കാശ് എടുത്ത് നേരെ പോക്കറ്റിലോട്ട് വെച്ചു. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, അറിയാതെ അല്ല. അറിയാതെ ചില നമ്മൾ പറയില്ലേ, അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞെങ്കിൽ തിരിച്ചു കൊടുത്താൽ. അല്ലല്ല, ഞാൻ അറിഞ്ഞു. കാരണം എനിക്ക് ആ കാശ് തൊടുമ്പോൾ തന്നെ അറിയാം കൂടുതൽ കാശുണ്ടെന്ന്. ഞാനെടുത്ത് പോക്കറ്റിലോട്ട് വെച്ചു. പോക്കറ്റിലോട്ട് വെച്ചപ്പോൾ എന്റെ കുഞ്ഞവിടെ ഉണ്ട്. കൊച്ചു കുഞ്ഞാണ്, അവനിപ്പോ 2ാം ക്ലാസ്സിലാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് അവൻ UKG ആയിരിക്കണം. 4 വയസ്സുണ്ടാവും അവന്. അപ്പൊ അവനിങ്ങനെ നോക്കുന്നുണ്ട്, അവന് മനസ്സിലായില്ല കാര്യം. ടീന കണ്ടു, ഒന്നും മിണ്ടിയില്ല. നേരെ കാർ എടുത്തു. കാർ കുറച്ച് മുമ്പോട്ട് പോയി. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ മുമ്പോട്ട് പോയപ്പോ പോലീസ് കൈകാട്ടി, അതായത് റാൻഡം ചെക്കിങ്ങിന് കൈകാട്ടി കഴിഞ്ഞ് അവർ വന്നു, ലൈസൻസ് ചോദിച്ചു, സീറ്റ് ബെൽറ്റ് എല്ലാം ഓക്കെയാണ്, വണ്ടിയൊക്കെ പക്കയാണ്. അപ്പൊ അവർ പറഞ്ഞു, സാറേ ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ട് സാറേ, തിരുപ്പണമെന്നുകൊണ്ട് ഞാൻ എടുത്തു നോക്കിയപ്പോ കറക്റ്റ് ഒരാഴ്ച മുമ്പ് ഈ സാധനം എക്സ്പയർഡ് ആകും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഈ സാധനത്തിന് 500 രൂപയാണ് ഫൈൻ. അപ്പൊ തന്നെ അദ്ദേഹം ഐശ്വര്യമായിട്ട് 500 രൂപ എഴുതി തന്നു. അപ്പൊ ഞാൻ ഈ കിട്ടിയ പൈസ പോക്കറ്റിൽ വെച്ചത് അങ്ങനെ തന്നെ എടുത്തു, 500 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചീന എന്റെ മുഖത്ത് ചിരിച്ചിട്ട് പറഞ്ഞു, വിഷ്ണു, കിട്ടിയ ലാഭം ഏകദേശം ഒരു തീരുമാനമായോ എന്ന് ചോദിച്ചു. എന്റെ മുഖത്തിൽ ചെപ്പയ്ക്ക് അടിച്ചതുപോലെ ആയിപ്പോയി. ഞാൻ അവിടെ വെച്ച് തീരോട് സോറി പറഞ്ഞ് വണ്ടി തിരിച്ചെടുത്തിട്ട് പോയി ആ കടയിൽ ചെന്നിട്ട് ആ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച എനിക്ക് മനസ്സിലായില്ല, പോക്കറ്റിലിട്ട് പൈസ എടുത്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത് എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പൈസ തിരിച്ചേൽപ്പിച്ചു. ഞാനത് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ടീന എന്നോട് പറഞ്ഞൊരു കാര്യം, വിഷ്ണു എന്ത് ചെയ്താലും അതിനെ കോപ്പി അടിക്കാനും അതിനെ നോക്കി കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവാനും ഇന്ന് 2 കണ്ണുകൾ വിഷ്ണുവിന്റെ പുറകിലുണ്ട്, എന്റെ കൂടാതെ. അപ്പൊ ആ കണ്ണിനോടുള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആണ്, ഏറ്റവും വലിയ വെർച്യു ആണ് ടു പ്രാക്ടീസ് ആബ്സല്യൂട്ട് ഇന്റഗ്രിറ്റി എന്നുള്ളത്. ആബ്സല്യൂട്ട് ഇന്റഗ്രിറ്റി എനിക്കതൊരു വലിയ മൊമെന്റ് ഓഫ് ക്ലാരിറ്റി ആയിരുന്നു. എനിക്കൊരു വലിയ വേക്കപ്പ് കോൾ ആയിരുന്നു. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്രേ, ഞാൻ 100% ആണെന്നും പറയില്ല, പക്ഷെ എനിക്ക് അഭിമാനത്തോടെ പറയാം, മോർ ദാൻ 80% ഐ മെയിൻറ്റെയിൻ ദാറ്റ് നൗ. ഞാനത് തീവ്രമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. തീവ്രമായിട്ട് ഓരോ ദിവസവും എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ ചെയ്യുന്ന ആളാണ്. ബൈബിളിൽ പറയുന്ന പോലെ ഉവ്വെന്നും ഇല്ലെന്നും പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്റെ ജഡികമായിട്ടുള്ള എല്ലാ ചിന്തകളും എന്നെ ഹോൾഡ് ചെയ്യാറുണ്ട്. ഞാൻ മനുഷ്യനാണ്, ബട്ട് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. കാരണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആ ലെഗസി എന്റെ മകന് കൊടുത്താൽ എന്റെ മകനെ ഹി വിൽ ബി ബ്ലെസ്ഡ് ബൈ ഗോഡ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സോ ഞാൻ രണ്ടാമതായിട്ട് പറയുക, ദ റൈച്ചസ് വാല്യൂ അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പാസ് ഓൺ ചെയ്യേണ്ടത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മൾ പാസ് ഓൺ ചെയ്യേണ്ട ലെഗസി ഹെൽത്ത് ആണ്. ഹെൽത്ത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഞാൻ സർവേ നടത്തിക്കൊണ്ട്, നമ്മുടെ ഇവിടുത്തെ ഫിനാൻഷ്യൽ എംബോഡിമെന്റ് സർവേ നടത്തിക്കൊണ്ട്, ആ സർവേയിൽ പറയുന്നത് ഒരു ഇന്ത്യൻ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സന്തോഷം തകർക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ആരോഗ്യമാണ്. ഒരു ആവറേജ് ഇന്ത്യൻ കുടുംബം ഒരു വട്ടം ഹോസ്പിറ്റലിൽ കയറിയാൽ അവന്റെ സാമ്പത്തിക ഭദ്രതയും
അവന്റെ മാനസിക നിലയും എല്ലാം തകരാൻ അതിനേക്കാൾ വേറൊന്നും വേണ്ട. കാരണം ഹെൽത്ത് ഇസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്തിന് നമുക്ക് ഫാമിലിക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് നിർബന്ധമായിട്ട് വാശിയോടെ പറയും, എല്ലാ അമ്മമാരും അപ്പന്മാരോടും പറയും, നിങ്ങൾ എത്രത്തോളം വീട്ടിൽ പാചകം ചെയ്യുന്നു, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ കുടുംബം ഹെൽത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കുടുംബത്തിന്റെ യോജിപ്പ്, നിങ്ങളുടെ കുടുംബത്തിന്റെ ഹാപ്പിനെസ്, നിങ്ങളുടെ കുടുംബത്തിന്റെ ആത്മബന്ധം ഇറ്റ് വിൽ മെയിൻറ്റെയിൻ. ഈ ഫുഡ് എന്ന് പറയുമ്പോൾ വെറും ആരോഗ്യം മാത്രമല്ല, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ഒരുമിച്ച് ചുറ്റും കൂടിയിരുന്ന് കഴിച്ചൊരു ശീലമാക്കുമ്പോൾ അവിടെ ആരോഗ്യം മാത്രമല്ല പരിപാലിക്കപ്പെടുന്നത്, അവിടെ കൊച്ചു വർത്താനങ്ങൾ ഉണ്ടാവും, സംഭാഷണങ്ങൾ ഉണ്ടാവും, ദുഃഖങ്ങൾ ഷെയർ ചെയ്യും, പ്രശ്നങ്ങൾ ഷെയർ ചെയ്യും. സോ അവിടെ ഒരു ആത്മബന്ധം ബിൽഡ് ചെയ്യുകയാണ്. ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റും സ്നേഹവും പരസ്പര വിശ്വാസവും പരസ്പര ഒത്തുചേരലും സംഭവിക്കുകയാണ്. നമ്മൾ ഈ ബൈബിളിൽ സിംബോളിക്കായിട്ട് ലാസ്റ്റ് സപ്പർ എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ മതങ്ങളിലും ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഹിന്ദു മതത്തില് അന്നത്തിന് ദൈവമായ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ കമ്മോഡിറ്റി മാത്രമല്ല, ഫുഡ് ഒരു കമ്മ്യൂണിയനാണ്. ഒരു കമ്മ്യൂണിയനാണ് ഫുഡ്. ഒരു കമ്മ്യൂണിയനാണ്, ഒരു ഇറ്റ്സ് ആൻ ഇമോഷണൽ ബോണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളോടും ചോദിക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ജോസാറിനോട് ചോദിച്ചാൽ ജോസാർ പറയും, ബേബിച്ചാൻ ചോദിച്ചാൽ ബേബിച്ചാൻ പറയും, അവരുടെയൊക്കെ കല്യാണങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ തലേ ദിവസം എല്ലാ ബന്ധുക്കളും കൂടി ഉണ്ടാക്കുന്ന ആഹാരവും ആ കിച്ചണിന് വേണ്ടിയുള്ള സാധനങ്ങൾ മുറിക്കുന്നതും അപ്പോൾ ഉണ്ടാകുന്ന തമാശകളും അപ്പോൾ ഉള്ള സംസാരങ്ങളും ഇതായിരിക്കും ഏറ്റവും വലിയ ബ്യൂട്ടി. ആ കല്യാണത്തിന് ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് അതായിരിക്കും, ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ടെങ്കിൽ, പഴയ ജനറേഷൻ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ആ ബസ്സിൽ എല്ലാവരും കൂടെ പോകുന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയ ഫുഡും കൊണ്ടൊരു പോക്കുണ്ട്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് ഇത് കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. വേളാങ്കണ്ണി യാത്രയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവം അതായിരിക്കും. കാരണം ഞാൻ ഹെൽത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെന്റൽ ഹെൽത്ത് കൂടെയാണ്. ഏതൊരു കുടുംബം, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഏതൊരു കുടുംബം വീട്ടിൽ ഒരുമിച്ച് കഴിക്കുന്നില്ല, വീട്ടിൽ പാചകം കുറയ്ക്കുന്നു, അത്രത്തോളം ആ കുടുംബം നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സംശയം വേണ്ട. അത് ഞാൻ പൂർണ്ണ ബോധ്യത്തോടെയാണ് പറയുന്നത്. കാരണം ആഹാരം എന്ന് പറയുന്നത് ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, അതൊരു കമ്മ്യൂണിയനാണ്. നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം കിട്ടും നമുക്ക് സംസാരിക്കാൻ, നമുക്ക് വിഷമങ്ങൾ പറയാൻ, സംസാരിക്കാൻ, മുഖാമുഖം കാണാൻ, മകന്റെ മുഖം കാണാൻ, അച്ഛന്റെ മുഖം കാണാൻ, വിഷമങ്ങൾ കാണാൻ, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും അമ്മമാരുടെ സാക്രിഫൈസ് നമുക്ക് കാണാൻ കഴിയും ഭക്ഷണത്തിന്റെ സമയത്ത്. കാരണം എനിക്കറിയാവുന്ന എൻ്റെ അമ്മമാരെല്ലാം ഏറ്റവും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും പ്രയർ ഫുഡുകൾ ഹൈറാർക്കിക്കാ കൊടുക്കുക. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ അപ്പച്ചൻ കഴിഞ്ഞാൽ പിന്നെ അപ്പൻ, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫുഡിന്റെ റൈറ്റ് ആണ് മിക്കവാറും അമ്മച്ചിമാർക്കുള്ളത്. ഇന്നത് ആ കാലമൊക്കെ മാറി, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയും, അതൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് സാമൂഹിക സാഹചര്യങ്ങൾ മാറി, അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറുമാണ്. പക്ഷെ പാചകം ആൻഡ് ഹെൽത്ത്, പാചകം എന്ന് പറഞ്ഞ ആ കൾച്ചർ, നമ്മുടെ വീട്ടിൽ ആഹാരം കഴിക്കുന്ന, ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന, കുക്ക് ചെയ്യുന്ന കൾച്ചർ നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിൽ കൈമാറണം. അതിന് വലിയ പവറുണ്ട്. അത് ഫാമിലിനെ ബൈൻഡ് ചെയ്യാനായിട്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന്, ഫാമിലിയിൽ സ്ഥിരത ഉണ്ടാവുന്നതിന്, കമ്മ്യൂണിയൻ ഉണ്ടാവുന്നതിന്, എൻജോയ്മെന്റ് ഉണ്ടാവുന്നതിന് ഏറ്റവും നല്ല ഒരു എലമെന്റ് ആയിരിക്കും. അപ്പൊ മസ്റ്റായിട്ട് ഹെൽത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആംഗിൾ ആണ്. അതുകൂടാതെ ഒരു കാര്യങ്ങളുണ്ട് ഹെൽത്തിൽ. ഞാൻ പലപ്പോഴും ക്രിസ്ത്യൻ ഫാമിലിയിൽ കാണുന്ന ഒരു ചെറിയ പ്രശ്നം, നമ്മൾ ഈ ക്രിസ്ത്യൻ ഫാമിലി അറിയാതെയോ അറിഞ്ഞോ ഈ സോഷ്യൽ ഡ്രിങ്കിങ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഈ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയുന്ന സാധനം, ഞാൻ എൻ്റെ പ്രത്യേകിച്ച് ഒരു RC തൃശ്ശൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട് ലൈവായിട്ട്. പക്ഷേ എൻ്റെ ഫാമിലിയിൽ ഒരു അത്ഭുതം സംഭവിച്ചത്, എൻ്റെ അപ്പച്ചൻ നല്ല ആൽക്കഹോളിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പ ഉൾപ്പെടെയുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സും വളരെയധികം സ്ട്രോങ് ആയിട്ട് സോഷ്യൽ ഡ്രിങ്കിങ്ങിനെ പോലും വെറുത്തിരുന്നു. എനിക്ക് അഭിമാനത്തോടെ പറയാം, എൻ്റെ കസിൻസിൽ, ഞങ്ങൾ നെഫ്യൂസ് ആൻഡ് നീസസ് മൊത്തം 41 പേരുണ്ട്. ആ 41 പേരിൽ 2 പേരൊഴിച്ച് വേറെ ഒരാൾ പോലും മദ്യം കൈകൊണ്ട് തൊടില്ല. ദേ ഡോണ്ട് സ്മോക്ക്, ദേ ഡോണ്ട് ഡ്രിങ്ക്. 41 നെഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്നേക്കാൾ ചെറുപ്പമുള്ള, ഞാനാണ് ഏറ്റവും മൂത്ത നെഫ്യൂ, 42 വയസ്സുള്ള ആള്. അതിന് താഴെയുള്ള അതായത് ഇന്നത്തെ ജനറേഷനാണ്. അവർ ബാംഗ്ലൂരും US-ലും UK-ലും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ബട്ട് ദേ ഡോണ്ട് ഡ്രിങ്ക്. ഞാനത് പറയാൻ കാരണം, ഈ ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കുഴപ്പം, നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ പ്രശ്നം, യങ്സ്റ്റേഴ്സിന് ദേ ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു സേ നോ. എപ്പോ നിർത്തണം, എപ്പോ തുടങ്ങണം എന്നുള്ള ഒരു മെന്റൽ കപ്പാസിറ്റിയുടെ കുറവ് പല യങ്സ്റ്റേഴ്സിനുണ്ട്. ഞാൻ യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് 30 വയസ്സ് താഴെയുള്ളവരെയാണ് ഞാൻ പിൻ പോയിന്റ് ചെയ്ത് പറയുന്നത്. സോ അവർക്ക് പലപ്പോഴും
ഈ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് എപ്പോഴാണ് ആൽക്കഹോളിസമായി മാറുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാറില്ല. അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവർ ആൽക്കഹോളിക് ആയി കഴിഞ്ഞു, പക്ഷെ അവരിപ്പോഴും പറയുന്നത് ഞാൻ വെറും ഒരു സോഷ്യൽ ഡ്രിങ്കർ ആണെന്നാണ്, ഞാൻ ഫാമിലി ഡ്രിങ്കർ ആണെന്നാണ് പറയുക. പക്ഷെ ദ റിയാലിറ്റി ഈസ് ദേ ഹാവ് ബിക്കം ആൻ ആൽക്കഹോളിക്. അവരറിയുന്നില്ല, ആ ട്രാൻസിഷൻ പോലും അറിയുന്നില്ല. അത് പലപ്പോഴും ഈ ഫാമിലി അതിന് ചെറുതായിട്ട് വളം വെക്കുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, പ്ലീസ് അവോയ്ഡ് ഇറ്റ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാം, നമുക്ക് യാത്രകൾ പ്ലാൻ ചെയ്യാം, ഗെയിംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമുക്ക് തമാശകൾ പറയാം, ചിരിക്കാം, കളിക്കാം, ഡാൻസ് കളിക്കാം. കള്ള് അല്ലെങ്കിൽ മദ്യം വിളമ്പിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും ഒരു തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി അല്ല. സോ ഹെൽത്തിൽ ഞാൻ ആ 2 എലമെന്റ് ആണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് സംഘടനയുമായി പ്രവർത്തിച്ച് ആൽക്കഹോളിസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളൂടെയാണ്. ഞാൻ ശക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന്റെ ക്ലാസ്സസ് എടുക്കാൻ പോവുകയും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. കാരണം എന്റെ ഫാമിലി അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. എന്റെ ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഹി വാസ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. അദ്ദേഹത്തിന് മാള എന്ന് പറയുന്ന സ്ഥലത്തിൽ അറിയപ്പെട്ടിരുന്നത് നീതിമാനായ ലോനായി എന്നാണ്. കാരണം അത്രയ്ക്ക് സത്യസന്ധനായ വ്യക്തിയാണ് അദ്ദേഹം, അത്രയ്ക്ക് സത്യസന്ധൻ. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റ കുഴപ്പമാണ് ആൽക്കഹോളിസം. ആ ആൽക്കഹോളിസം ഒറ്റ കാര്യം കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ വന്നു. പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സത്യസന്ധത കൊണ്ടായിരിക്കാം തലമുറയെ ദൈവം അനുഗ്രഹിച്ചു, തലമുറ ഒരുപാട് ഉയരങ്ങളിലേക്ക് വരാൻ സാധിച്ചു. സോ ഈ 2 കാര്യമാണ് ഞാൻ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുക. 4ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. നമ്മൾ നിർബന്ധമായിട്ടും പൈസ പഠിപ്പിക്കണം. പണം കൊടുക്കലല്ല ലെഗസി, സ്വത്ത്, വീട്, വില്ല്, കാറ്, നോ. പണം എങ്ങനെയാണ് സമ്പാദിക്കുന്നത്, അതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അതിന്റെ ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു എർഗണോമിക്സ് ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാണ് അതിനെ പറയുക. അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അതിന് എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ച 4 ഫിനാൻഷ്യൽ ടിപ്സ് ആണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതിൽ 1ാമത്തെ ടിപ്പ് അപ്പൻ എപ്പോഴും പറയുന്ന ഒരു ടിപ്പാണ്. 1ാമത്തെ ടിപ്പ്, അതായത് അപ്പൻ പറയുന്നത് ഇങ്ങനെയാണ്: കിണറ്റിലെ വെള്ളവും ഉണ്ട്, ടാങ്കിലെ വെള്ളവും ഉണ്ട്. സോ ടാങ്കിലെ വെള്ളത്തിന്റെ കുഴപ്പം നീ എടുക്കും തോറും അത് വറ്റിപ്പോകും. കിണറ്റിലെ വെള്ളത്തിന്റെ പ്രത്യേകത നീ എടുക്കും തോറും ഉറവ കൂടിക്കൂടി വരും. സോ നിന്റെ ഫിനാൻഷ്യൽ ഇൻകം ചാനലുകൾ കിണറ്റിലെ വെള്ളം പോലെ ആയിരിക്കണം. യു ഷുഡ് ഓൾവേസ് ഹാവ് മൾട്ടിപ്പിൾ ചാനൽ ഓഫ് ഇൻകം. അതാണ് അപ്പം പറയുന്നത് സിമ്പിൾ ആയിട്ട്. ഗുഡ്. മൾട്ടിപ്പിൾ ചാനൽ ഓഫ് ഇൻകം ഇല്ലാത്ത ഒരാൾക്ക് ഉറപ്പായിട്ടും അറ്റ് സം പോയിന്റ് ടാങ്കിലെ വെള്ളം പോലെ ആയിപ്പോകും. ടാങ്കിലെ വെള്ളം പോലെ ആയിപ്പോകും. അതുകൊണ്ടാണ് നമ്മുടെ പല മക്കളും, എനിക്കറിയാം, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ലക്ഷങ്ങൾ ശമ്പളമുള്ള കുട്ടികൾ പെട്ടെന്ന് ജോലി പോവുകയാണ്. കാരണം IT നിങ്ങൾക്കറിയാം, പെട്ടെന്ന് ഒരു ദിവസം രാവിലെ പറയാണ് നിങ്ങൾക്ക് ജോലിയില്ലെന്ന്. ഈ ജോലിയില്ലെന്ന് പറയുമ്പോൾ ഇവരുടെ പ്രശ്നം എന്താ അറിയാമോ? ഈ ലക്ഷങ്ങളുടെ ശമ്പളമുള്ള ഇവർക്ക് കോടികളുടെ കടമാണ്. ഫ്ലാറ്റ് മേടിച്ചതിന്റെ EMI, BMW, കാറ്, മക്കളെ ഏറ്റവും വലിയ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അതിന്റെ ബില്ലുകൾ, AC-കൾ, അങ്ങനെയുള്ള എക്സ്പെൻസുകൾ. സോ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു മാസം പോലും ഇവർക്ക് വരുമാനം ഇല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല. ദേ വിൽ അബ്സല്യൂട്ട്ലി ഗോ ഇൻ ടു കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന പോലെയാണ്. അതായത് ഹൃദയസ്തംഭനം സംഭവിക്കുന്ന പോലെ ആയിപ്പോകും. കാരണം അവർക്ക് മൾട്ടിപ്പിൾ ചാനൽ ഓഫ് ഇൻകത്തിനെ പറ്റി അവരൊരിക്കലും ചിന്തിക്കാറില്ല. ദേ നെവർ തിങ്ക്. അവർ വിചാരിക്കുന്ന എനിക്കെന്നും ആരോഗ്യമുണ്ട്, എനിക്കെന്നും പഠിപ്പുണ്ട്, എനിക്കെന്നും കഴിവുണ്ട്, ഈ ജോലി എന്നും അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവമേ ഈ ലോകത്തില്ല. ദർ ഇസ് നത്തിങ് കൺസിസ്റ്റന്റ് ഇൻ ദ വേൾഡ്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ അപ്പൻ ആദ്യം പഠിപ്പിച്ചതാണ് മൾട്ടിപ്പിൾ ചാനൽ ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അത് ചെറുതായിക്കോട്ടെ, ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അത് ഇൻവെസ്റ്റ്മെന്റിലൂടെ ആവാം, അത് അസറ്റ് ബിൽഡിങ്ങിലൂടെ ആവാം, ഒരുപാട്, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു സ്കില്ലിനെ നമ്മൾ ലിവറേജ് ചെയ്തുകൊണ്ടാവാം, എങ്ങനെയും ആവാം. ബട്ട് മൾട്ടിപ്പിൾ ചാനൽ ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കണം. 2ാമത്തെ കാര്യം അപ്പൻ എപ്പോഴും പറയുന്നത്, എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, മാനേജിങ് യുവർ എക്സ്പെൻസസ് എന്ന് പറയും. അപ്പൊ അപ്പൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൻ എപ്പോഴും പറയുന്നത്, നിന്റെ എക്സ്പെൻസിൽ എത്രയാണോ നിന്റെ ഇൻകം, ആ ഇൻകത്തിന്റെ 20% അകത്ത് നിനക്ക് നിന്റെ ഫാമിലി റണ്ണിങ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ സാധിക്കണം. നിന്റെ എക്സ്പെൻസസിൽ നിന്ന് 20% നിന്റെ ഫാമിലി റണ്ണിങ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിസിറ്റി ബിൽ, നിങ്ങളുടെ ഇന്റർനെറ്റ്, ഗ്രോസറി, ആ ബേസിക് എക്സ്പെൻസ് ആണ് പറയുന്നത്. വിത്തിൻ 20% യു ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ്. നിന്റെ ലോൺ അല്ലെങ്കിൽ ലയബിലിറ്റി, നീ അടയ്ക്കേണ്ട ലയബിലിറ്റികൾ, ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 30%. 30% മേളിലേക്ക് ഒരിക്കലും നിന്റെ ഇൻകത്തിന്റെ 30% മേളിലേക്ക് ലയബിലിറ്റി വരാൻ പാടില്ല. അപ്പൊ ആ 20 30 ആവുമ്പോൾ 50 ആയി. 5% മസ്റ്റ് ബി ഓൾവേസ് കെപ്റ്റ് ഫോർ ചാരിറ്റി. അപ്പൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന റൂളാണ്. ഞാൻ ഫോളോ ചെയ്തതിൽ പോലും അപ്പൻ ഫോളോ ചെയ്യുന്നത് 5% മസ്റ്റ് ബി ഗിവൺ ടു ചാരിറ്റി, നോ കോംപ്രമൈസ്. ബാക്കി 45% ഉണ്ട്. ആ 45% അപ്പൻ എപ്പോഴും പറയുക,
30% must be invested അല്ലെങ്കിൽ saved and 15% must be invested for happiness and upskilling. നിന്റെ അപ്സ്കില്ലിങ്ങിന് വേണ്ടിയും നിന്റെ സന്തോഷത്തിന് വേണ്ടിയും നീ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാ പറയുക. ആൻഡ് ദ 30% മസ്റ്റ് ബി ഇൻവെസ്റ്റഡ്, അതായത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണത്. ആ 30% നിന്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, നിന്റെ കോർപ്പസ് എമൗണ്ട് എന്നാ പറയാ നമ്മൾ സിമ്പിൾ ലാംഗ്വേജ്. സോ അതാണ് അപ്പന്റെ സെക്കൻഡ് റൂൾ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പൻ അനുശാസിക്കുന്നതാണ്. ഞാനത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അഭിമാനത്തോടെ പറയാം, ഈ പ്രായത്തിൽ ഐ എം വെരി സ്റ്റേബിൾ ഫിനാൻഷ്യലി. അതിന് ഏറ്റവും വലിയ കാരണം ഞാനൊരു 20 വയസ്സ് മുതൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. 20 വയസ്സ് മുതൽ ഞാൻ ചെറിയ രീതിയിൽ എനിക്ക് കിട്ടുന്ന ഇൻകത്തിനെ വളരെ ബുദ്ധിപൂർവ്വം ചാനലൈസ് ചെയ്യുകയും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകംസ്, എന്റെ എന്തൊക്കെ സ്കിൽസ് ലെവറേജ് ചെയ്യാൻ പറ്റും, എന്റെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് റീ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സോ അതെന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം ഫിനാൻഷ്യൽ അപ്പം പറയുന്നത്, നെവർ സ്പെൻഡ് ഓൺ ഡിസയർ ബട്ട് സ്പെൻഡ് ഓൺ നീഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ്. നെവർ സ്പെൻഡ് ഓൺ ഡിസയർ. നിന്റെ ഡിസയറിന്റെ മേളിലായിരിക്കരുത് നിന്റെ സ്പെൻഡിങ്. നിന്റെ നെസസിറ്റി അല്ലെങ്കിൽ നിന്റെ നീഡിന് വേണ്ടി, നെസസിറ്റി അല്ല നീഡിന് വേണ്ടി ആയിരിക്കണം സ്പെൻഡ് ചെയ്യുന്നത്. ഡിസയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആള് എപ്പോഴും പടുകൂടി പോയി വീഴും, ഒരു സംശയമില്ല. നീഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കഴിയണം. നെസസിറ്റി അല്ല കേട്ടോ, നീഡ്. നെസസിറ്റി എന്ന് പറയുമ്പോൾ ബെയർ മിനിമം ആണ്, അല്ല. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വേണം, നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് വേണം. സോ നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മീറ്റ് ചെയ്യാൻ തന്നെയാണ്. ബട്ട് ഡിസയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ദേൽക്കൂ. ലാസ്റ്റ് റൂൾ അപ്പൊ ഫിനാൻസിൽ പറയുന്നത്, ഒരിക്കലും കടം വീട്ടാൻ വേണ്ടി കടം എടുക്കരുത്. ഇതാണ് ഏറ്റവും വലിയ ഫിനാൻസിന്റെ റൂൾ. നിങ്ങൾ കടം വീട്ടാൻ വേണ്ടി കടം എടുത്താൽ യു വിൽ നെവർ ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. നെവർ ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. നമ്മുടെ മക്കൾക്ക് പലപ്പോഴും ഊരാക്കുടുക്കി പോയി പെടുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന സാധനമാണ്. കടം വീട്ടാൻ വേണ്ടി കടം എടുക്കുന്ന ഏറ്റവും വലിയ ടൂളാണ് ക്രെഡിറ്റ് കാർഡ്. ഏറ്റവും വലിയ ടൂളാണ്. ഞാൻ അതിനൊരു എക്സാമ്പിൾ എല്ലാ കോളേജിലും പറയാറുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത കമ്പനി TCS എന്ന കമ്പനിയാണ്. ആ കമ്പനി ഞാൻ ജോലിക്ക് പോയപ്പോ ഞാൻ താഴെ ആദ്യത്തെ ദിവസം കമ്പനിയിലേക്ക് പോവാണ് ജോലിക്ക്. ആദ്യത്തെ ദിവസം കമ്പനിയിലേക്ക് ജോലിക്ക് പോകുമ്പോൾ വലിയ ബിൽഡിംഗ് ആണ്. ആ വലിയ ബിൽഡിങ്ങിന്റെ താഴെ 4 കൊട കാണുകയാണ്. 4 കൊട. ആ കൊടയുടെ കീഴിൽ 2 പേര് വെച്ച് സൂട്ടും കോട്ടൊക്കെ ഇട്ട് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഒരാള് ലൈഫ് ഇൻഷുറൻസ് വിൽക്കുന്ന ആളാണ്, ഒരാള് ക്രെഡിറ്റ് കാർഡ് വിൽക്കുന്ന ആള്, ഒരാള് ഹോം ലോൺ കൊടുക്കുന്ന ആള്, ഒരാള് ഓട്ടോമോട്ടീവ് ലോൺ. ഇങ്ങനെ കൊടുക്കുന്ന 4 കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് TCSന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് കൗതുകം തോന്നി, ഇവരെന്താണ് TCSന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഇരിക്കുന്നത്? ഞാൻ മേളിൽ കയറി എന്റെ വർക്ക് തുടങ്ങി 1.5 മാസം കഴിഞ്ഞ് മാനേജറുമായിട്ട് കമ്പനി ആയപ്പോ ഞാൻ മാനേജറോട് ചോദിച്ചു, മാനേജർ സാറേ, നമ്മുടെ TCS പോലെ ഒരു ബ്രാൻഡ് എന്തിനാണ് ഇവർക്ക് മാർക്കറ്റിംഗ് സ്പേസ് കൊടുക്കുന്നത്? നമ്മുടെ കുട്ടികളുടെ ഡേറ്റയൊക്കെ അവർക്ക് കിട്ടത്തില്ലേ? ഉടനെ മാനേജർ ചിരിച്ചോണ്ട് പറഞ്ഞ, എടാ വിഷ്ണു, ഈ കമ്പനിയിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന 4 എംപ്ലോയീസ് ആണ് ആ 4 പേര്. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ TCSന്റെ മാനേജർ എന്നോട് പറയാണ്, എടാ ഇവിടെ ആര് ജോലിക്ക് വന്നാലും ആ 4-ൽ ആരെങ്കിലും ഒരാള് അവിടെ വരുന്ന ജോലിക്കാരനെ വീഴ്ത്തിയിരിക്കും. ഒന്നില്ലേ അവനെ കൊണ്ടൊരു ഇൻഷുറൻസ് എടുപ്പിക്കും, അല്ലെങ്കിൽ അവനെ കൊണ്ടൊരു കാർ മേടിപ്പിക്കും, അല്ലെങ്കിൽ അവനെ കൊണ്ടൊരു വീട് മേടിപ്പിക്കും, എന്തെങ്കിലും ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അവനെ കൊണ്ടൊരു ക്രെഡിറ്റ് കാർഡ് എടുപ്പിക്കും. ഇത് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ സൈക്കിളിൽ കയറി പിന്നെ നിനക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വൺസ് യു ഗെറ്റ് ഇൻ ടു ദ ലൂപ്പ്, പിന്നെ നീ വർക്ക് ചെയ്യുന്ന ഈ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടിയാണ്. സോ അപ്പൊ പിന്നെ നീ TCSന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. നിന്റെ ആവേശം തോന്നുമ്പോൾ നീ അല്ലെങ്കിൽ റിസൈൻ പേപ്പർ ഇടത്തില്ല, നീ ഓടിപ്പോവില്ല. നീ ട്രാപ്ഡ് ആണ്. യു ആർ ട്രാപ്ഡ്, യു ആർ ഫിനാൻഷ്യലി ട്രാപ്ഡ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിൽ ഏറ്റവും വലിയ അപകടമുള്ള ടൂളാണ് ഈ ക്രെഡിറ്റ് കാർഡ്. നമ്മൾ വൈസായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനമാണ്. സോ ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ എഫിക്കസി, നമ്മൾ നമ്മുടെ മക്കളെ ചെറുപ്രായത്തിൽ മുതൽ അവരെ ഓരോ സാധനങ്ങൾ മേടിക്കാൻ വിടുമ്പോൾ ആ പൈസ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്, സേവിങ്സിനെ കുറിച്ച്, എന്തൊക്കെ ചാനൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മുടെ ഫാമിലിക്ക് എത്ര വരുമാനമുണ്ട്, എത്ര ഡെപ്റ്റ് നമ്മുടെ ഫാമിലിക്ക് ഉണ്ട്, നമ്മുടെ ഫാമിലി എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ഗോൾ എന്താണ്, ഇത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളുടെ മക്കളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൃത്യമായിട്ട്, അതിലൊരു സംശയവുമില്ല. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. മക്കളെ അവരുടെ ഭാവിയിലേക്ക് ഏറ്റവും സഹായിക്കുന്നതായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് നമ്മൾ എന്താണ് ലെഗസി ആയിട്ട് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാസ്റ്റ് പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുമ്പോൾ കുറച്ച് കാണുന്നതല്ല കേട്ടോ. ഞാൻ പറയുന്നത് ദ എംപതി വിച്ച് വി പ്രാക്ടീസ്. നമ്മുടെ സഹജീവികളോടും നമ്മുടെ ചുറ്റുപാടിനോടും നമ്മുടെ രാജ്യത്തോടും നമ്മുടെ സമൂഹത്തിനോടും നമ്മുടെ ഫാമിലിയോടുമുള്ള എംപതി. ആ എംപതി പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും മനുഷ്യനായി ജീവിക്കാൻ സാധിക്കില്ല. ഇംപോസിബിൾ. മറ്റൊരാളുടെ വേദനയിൽ നിനക്ക് വിഷമം വരുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻഹ്യൂമൻ സ്റ്റേറ്റ് യു ആർ ഇൻ. നിങ്ങൾ ഏറ്റവും ഇൻഹ്യൂമൻ സ്റ്റേറ്റിലാണ്.
ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഞാൻ എപ്പോഴും പറയും, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളപ്പോ ആ ആളെ സഹായിക്കുന്നതിന് പകരം ആ സമയത്ത് ആ ആളെ പോയിട്ട് ഉപദേശിച്ചിട്ട് നീ കാശുള്ളപ്പോ അടിച്ചു പൊളിച്ചുകൊണ്ടല്ല ഈ അവസ്ഥ വന്നത് എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ കള്ളനാണെന്ന് ഞാൻ പറയും. ഒരാൾ വിശന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. വിശപ്പ് മാറ്റിയതിന് ശേഷം അവനോട് പറയണം, ശക്തമായിട്ട് പറയണം, എടാ നീ നിനക്ക് സമ്പത്തുള്ള കാലത്ത് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നീ പട്ടിണി കിടക്കേണ്ടി വരുന്നത്. സോ ഞാൻ നിന്നെ ഒരാഴ്ച സഹായിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പരിപാടി ചെയ്തോളണം. ഞാൻ എപ്പോഴും അത് പറയും. യു ഹാവ് ടു ടീച്ച് യുവർ കിഡ്സ് ടു പ്രാക്ടീസ് എംപതി. അതിന് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം, നമ്മുടെ കൈകൊണ്ട് കൊടുക്കുന്നത് മക്കളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. മക്കളെ കൊണ്ട് കൊടുപ്പിക്കുന്നത് ഒരു ശീലമാക്കണം. മക്കളെ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, മക്കളെ നിങ്ങൾ സൂവിൽ കൊണ്ടുപോവാം, ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോവാം, നിങ്ങൾ ഗാർഡനിൽ കൊണ്ടുപോവാം, ടൂറിന് കൊണ്ടുപോവാം. ഒപ്പം മക്കളെ 5 സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോകണം നിർബന്ധമായിട്ട്. അത് കൂടാതെ 5 സ്ഥലം. ഒന്ന്, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിസിറ്റ് ചെയ്യിപ്പിക്കണം, മസ്റ്റായിട്ട്. മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ കൈപിടിച്ച് മക്കളെ കൊണ്ടുപോയി ജസ്റ്റ് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചാൽ മാത്രം മതി. രണ്ടാമത് ഞാൻ പറയുക, ഓൾഡ് ഏജ് ഹോമുകൾ. നിങ്ങളുടെ മക്കൾ മസ്റ്റായിട്ട് പോകേണ്ട സ്ഥലമാണ് ഓൾഡ് ഏജ് ഹോം. ഓൾഡ് ഏജ് ഹോമുകളിൽ നിർബന്ധമായിട്ട് നമ്മളെ മക്കളെ കൊണ്ടുപോകണം. അടുത്തത് ഓർഫണേജുകൾ, അനാഥ മന്ദിരങ്ങൾ അല്ലെ അതിഥി മന്ദിരങ്ങൾ. അവിടെ മസ്റ്റായിട്ട് നമ്മുടെ മക്കളെ കൊണ്ടുപോയിരിക്കണം, മസ്റ്റായിട്ട് മസ്റ്റായിട്ട്. നാലാമത്തത് ഞാൻ പറയും സ്ലംസ് എന്ന് പറയും, ചേരികൾ. നമുക്ക് ഒരുപാട് സ്ലംസ്, നമ്മൾ വിചാരിക്കുക എറണാകുളത്തൊന്നും സ്ലംസ് ഇല്ല, ഇവിടെ ഈ പട്ടിണി പാവപ്പെട്ടവരൊന്നും ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, എറണാകുളത്തെ ഏറ്റവും വില കൂടിയ സ്ഥലം എന്ന് പറയുന്നത്, ഏറ്റവും കോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പനമ്പള്ളി നഗറാണ്. പനമ്പള്ളി നഗർ എന്ന് പറയും, ഏറ്റവും ലക്ഷൂറിയസ് ആയ സ്ഥലമാണ്. ആ പനമ്പള്ളി നഗറിന്റെ ഒരു ഭാഗം മുഴുവൻ ചേരിയാണ്, ഒരു ഭാഗം മുഴുവൻ ചേരിയാണ്. അതായത് മമ്മൂട്ടിയുടെ വീടൊക്കെ നിൽക്കുന്ന പനമ്പള്ളി നഗറിൽ നിന്ന് മമ്മൂട്ടിയുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറിയാൽ മനോഹരമായ ചേരിയാണ്. ഞാൻ മനോഹരമാണെന്ന് പറയുന്നത് സർക്കാസ്റ്റിക് ആയിട്ടാണ്. അവിടെ ഏറ്റവും ചുരുങ്ങിയത് 100 മുതൽ 150 ഫാമിലീസ് താമസിക്കുന്നുണ്ട്. സോ എന്തിനാണ് സ്ലംസിനെ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്. നമ്മൾക്കുള്ള ബാത്റൂം, നമുക്കുള്ള റണ്ണിങ് വാട്ടർ, നമുക്കുള്ള ഹീറ്റർ, AC, ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് നമ്മൾ അനുഭവിക്കുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇത് മക്കൾക്ക് അറിയില്ല. നമ്മുടെ മക്കൾക്ക് വെള്ളം കിട്ടുന്നത് അവർക്ക് ഒരു വാല്യൂവേ തോന്നാറില്ല. വീട്ടിൽ വെള്ളം കിട്ടുന്നത്, കുടിക്കാനും കക്കൂസി പോകാനും കഴുകാനും ഒക്കെ വെള്ളം കിട്ടുന്നത് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ബേസിക് തിങ്. അതെന്താ ഇത്ര വലിയ കാര്യം? ടാപ്പ് തുറന്നാൽ വെള്ളം വരുന്നു. ഗുഡ്. നിങ്ങളൊരു സ്ലമ്മിൽ പോകുമ്പോഴാണ് എക്സാക്ട്ലി ബേസിക് നെസസിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതിനെ വാല്യൂ ചെയ്യാൻ പഠിക്കുക, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അത് മസ്റ്റായിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് പോകണമെന്ന് ഞാൻ പറയാം. അഞ്ചാമത്തെ കാര്യം, മക്കളെ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യിപ്പിക്കുക. മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ എത്രത്തോളം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിങ്ങളുടെ മക്കളെ യാത്ര ചെയ്യിപ്പിക്കുന്നു, അത്രത്തോളം മനുഷ്യത്വം അവരിലേക്ക് വരും. അത് ട്രെയിനിലാവാം, ബസ്സിലാവാം, ഏറ്റവും അധികം. കാരണം നിങ്ങൾ രാവിലത്തെ, നമ്മൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. രാവിലെ മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട്. അതായത് മദ്രാസിൽ നിന്ന് വന്നിട്ട് തിരുവനന്തപുരം വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ഏകദേശം ഒരു 6:45 ആകുമ്പോൾ അത് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ വരും. നിങ്ങൾ നമ്മുടെ മനുഷ്യന്റെ സഹജീവി സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ 6:45 എറണാകുളം നോർത്ത് മുതൽ തൃപ്പൂണിത്തറ, പിറവൻ റോഡ്, കോട്ടയം, ചങ്ങനാശ്ശേരി ഈ സ്റ്റോപ്പുകളിലൊക്കെ ഈ ട്രെയിൻ നിർത്തുമ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും കയറുന്ന ട്രെയിനാണ്. അവർ ആ ട്രെയിനിൽ കയറി കാണിക്കുന്ന ഒരു സഹകരണമുണ്ട്. 4 പേര് ഇരിക്കേണ്ട ചെയറിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് 7 പേര് വരെ ഇരിക്കും. അവർ തമ്മിൽ എന്ത് കോർഡിനേഷൻ ആണെന്നറിയാമോ? അവര് എന്ത് അണ്ടർസ്റ്റാൻഡിങ് ആണെന്നറിയാമോ അവർ തമ്മിൽ? കാരണം അവർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നു, അവരൊരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നു, അവരൊരുമിച്ച് ടേക്ക് കെയർ ചെയ്യുന്നു, അവർ ഷെയർ ചെയ്യുന്നു. പലരും ബ്രേക്ക്ഫാസ്റ്റ് അതിനകത്ത് നിന്നാണ് കഴിക്കാറുള്ളത്. പലരും ചെയിൻ സിസ്റ്റമാണ്. ഒരാൾ ഇന്ന് കുക്ക് ചെയ്തുകൊണ്ട് വരും, ഒരു സ്ത്രീ, കാരണം അവർക്കൊക്കെ മക്കളുണ്ട്. ആ ഒരു സ്ത്രീ ആയിരിക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 3 പേർക്ക് കൊണ്ടുവരിക. നാളെ അടുത്ത സ്ത്രീ കൊണ്ടുവരിക. ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തിരിച്ച് വൈകുന്നേരം പോകുമ്പോൾ അവരിതെല്ലാം കട്ട് ചെയ്യുന്ന കാണാം. വെജിറ്റബിൾസ് ഒക്കെ ഇരുന്ന് കട്ട് ചെയ്യുന്ന കാണാം. പലരും വെജിറ്റബിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്, അവരിരുന്ന് കട്ട് ചെയ്യും. ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് തിരിച്ച് വൈകുന്നേരം പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ കാഴ്ച. ഞാൻ പറയുന്നത് എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു ഷെയറിങ്ങിന്റെയും കെയറിങ്ങിന്റെയും ഒരു എക്സിസ്റ്റൻഷ്യൽ, വളരെ ഒരു കോ എക്സിസ്റ്റൻസിന്റെ സ്പേസ് ആണ്. കാറുകൾ എന്ന് പറയുന്നത് വേണ്ടെന്നല്ല. കാറുകൾ എപ്പോഴും നമ്മുടെ ഒരു പ്രൈവറ്റ്, നമ്മുടെ കംഫർട്ട് സോണാണ്. കാറിൽ സഞ്ചരിക്കുന്നത് നമ്മുടെ കംഫർട്ട് സോണാണ്. നമ്മൾ നമ്മുടെ അഡാപ്റ്റബിലിറ്റി അറിയാതെ, നമ്മുടെ ഷെയറിംഗ് മെന്റാലിറ്റി അറിയാതെ കോംപ്രമൈസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ കാറിൽ സഞ്ചരിക്കേണ്ടതല്ലോ ഞാൻ പറയുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തീർച്ചയായിട്ടും മക്കളെ സഞ്ചരിപ്പിക്കണം. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ലേണിംഗ് കർവ്. ഞാനത് എപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ മാസത്തിൽ ഒരിക്കൽ മാവേലിക്കര പോകുമ്പോൾ ട്രെയിനിലാണ് പോവുക. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മാവേലിക്കര പോയിരുന്നു, മാസത്തിൽ ഒരിക്കൽ. അത് ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. അങ്ങോട്ട് ഞങ്ങൾ മെമു എന്ന് പറഞ്ഞ ട്രെയിനിലാണ് പോകുന്നത്, ഇങ്ങോട്ട് തിരിച്ച് മെമുവിൽ തന്നെയാണ് വന്നത്.
സോ എന്റെ മോന് ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. അവൻ ഒരുപാട് കാര്യങ്ങൾ കാണുകയും ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. സോ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു റിയലി ഹെൽപ്പ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ലെഗസി ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിൽ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടൊന്നുമില്ല. ഞാൻ പക്ഷേ അതിനെക്കുറിച്ച് ശ്രമിക്കുന്നുണ്ട്. എനിക്കുള്ള എന്റെ പരീക്ഷണ വസ്തു എന്റെ മകനാണ്. സോ എന്റെ മകനിൽ ഞാനത് പരമാവധി പരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ ബന്ധുക്കളിൽ, എന്റെ നെഫ്യൂസ് ആൻഡ് നീസസിൽ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്റെ അപ്പൻ എന്നെ പരീക്ഷണമായിട്ട് ചെയ്തുകൊണ്ട് എന്നെ അത് ബെനിഫിറ്റ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളും അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഗോഡ് ബ്ലെസ് യു ആൾ. Yeah, thank you, Vishnu. That was a great Thank you. class. Thank you, sir. Thank you, thanks a session lot, sir. actually. Thanks a lot, sir. കാരണം Thank you. നമ്മള് ലെഗസി എന്ന് പറയുമ്പോൾ എനിക്കും ഒരു സംശയമുണ്ട്, എന്താ വിഷ്ണു പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ വളരെ ഒരു പക്ഷേ ഏറ്റവും തന്മയത്തോടു കൂടി നല്ല ഒരു രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. കാരണം ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടോപ്പിക്കാണ്. Thank you, sir. Thank you. നമുക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉള്ള സമയമാണ് ഒരു 5 minutes ടൈം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാമായിരുന്നോ റോഷേ? എന്താ കൊഞ്ചിനെ ഇല്ല രാവില്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എല്ലാരും നേരത്തെ പോയ ക്ലാസ് കഴിഞ്ഞു. ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറെ Thank you. ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂടെ വേണ്ടതായിരുന്നു. പിള്ളേരാണ് കുറച്ചുകൂടെ ഇത് കേൾക്കേണ്ടതായിരുന്നു. ആയതുകൊണ്ട് ആണ് കുറച്ചു പേരുടെ അടുത്ത് കുറവ് വന്നത്. അതിന് ഇത്രയും ഒരു കുറവ് വന്നിട്ടില്ല. പിന്നെ ഇന്ന് അവിടെ ഫംഗ്ഷൻ നടക്കുന്നതും എല്ലാം അതിനകത്തൊരു നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കുഴപ്പം അതൊരു പ്രശ്നമേ അല്ല. ഈ കേട്ട ആളുകളൊക്കെ ഒരു അതിന്റെ പ്രൊപ്പഗേറ്റേഴ്സ് ആയിട്ട് മാറട്ടെ. വിഷ്ണു, ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെരി സ്ക്രീൻ റെക്കോർഡ് വഴി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല വെരി ഗുഡ്. തീർച്ചയായും എത്രത്തോളം ഞാൻ എന്തായാലും കുറെ ആൾക്കാരോട് പറഞ്ഞിരുന്നു, കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സർ. തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മാക്സിമം ആൾക്കാർ. തീർച്ചയായിട്ടും സർ. God bless you all and thanks for inviting me once again, sir. Thanks a lot. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ ഉണ്ടെങ്കിൽ ലൂമോൻ. ലൂമോൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ലൂമോൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. കേക്കാവോ? ഞാനേ എനിക്ക് ഇച്ചിരി താമസിച്ചാണ് വരാൻ പറ്റിയത്, കയറാൻ പറ്റിയത്. എങ്കിലും ഞാൻ ലാസ്റ്റ് കുറച്ചു നേരം കേട്ടുള്ളൂ. നമുക്ക് ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ എല്ലാവരും കോർഡിനേഷൻ ചെയ്ത് നന്നായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു, അത് കൃത്യമായിട്ട് കേട്ടു. നന്നായിട്ടിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. കാരണം അത് ഈ മുമ്പ് പറഞ്ഞ രീതിയിൽ ഇച്ചിരി ഈ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേരുകളിലൂടെ എത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മളിൽപ്പെട്ട കുറച്ച് ആൾക്കാർ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കാനുള്ള നല്ലതാണ്. കാരണം പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അന്നേരം അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് കേട്ടപ്പോൾ തന്നെയാണെങ്കിലും ഇഷ്ടംപോലെ ഞാനും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവരുടെ ആ സഹകരണം പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മനസ്സിലൊരു ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അത് അറിഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ ശരിയാണല്ലോ എന്നോർത്തുണ്ട്. കാരണം നമ്മൾ അതിനകത്ത് ഒത്തിരി ഗുണങ്ങൾ, നല്ല വശങ്ങളും ഉണ്ട്, മോശമായ കൂട്ടുകെട്ടുകളും അതിനകത്ത് വരാൻ സാധ്യതകളും ഉണ്ട്. പക്ഷെ ഉണ്ടാവും. തീർച്ചയായും എങ്കിലും അത് നമ്മൾ അതിന്റെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ എടുത്തോണ്ട് അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒത്തിരി നല്ല വശങ്ങൾ അതിനകത്തുണ്ട്. കാരണം ചില കമ്പനികൾ, ചില കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ ഇതിനകത്ത് നിന്നും സംഭവിക്കാം. കാരണം പലതരത്തിലുള്ള ആൾക്കാർ, പല ക്യാരക്ടർ വരുന്ന ആൾക്കാരുണ്ടാകുന്നതാണ്. അപ്പൊ അതിനകത്ത് നമ്മളെ മക്കളെ അതിനകത്ത് നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക, എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, നല്ലത് മാത്രം, നല്ല കാര്യങ്ങൾ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്റെ ഒരു പോളിസി, നമ്മൾ പല ആൾക്കാർ നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് പലരുടെ അഭിപ്രായം ചോദിക്കുക. നമ്മളൊരു വണ്ടി മേടിക്കുന്നതിനുള്ള പല വണ്ടികൾ നമ്മൾ മേടിക്കാനുള്ള അന്വേഷിച്ചിട്ട് അതിനകത്ത് ഏറ്റവും ഉചിതമായിട്ട് നമ്മൾ തന്നെ തീരുമാനം എടുക്കുക. ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് അതിനകത്ത് പിന്നെ സാഹചര്യവും സഹകരണവും ഒക്കെയാണ് എല്ലാവർക്കും വേണ്ടത്. എന്നാലും നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് അവസാനം കിട്ടിയിട്ടുള്ളൂ. ഞാൻ എന്തായാലും ബാക്കി ഞാൻ കേട്ടോളാം. കാരണം ഞാൻ നന്നായിട്ടിരുന്നു. അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷം. ഓൾറെഡി സമയവും കഴിഞ്ഞ് വിഷ്ണുവിന്റെ ടൈം വളരെ വിലപ്പെട്ടതാണ്. കാരണം വിഷ്ണു ശരിക്കും ഓരോ മിനിറ്റും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആളാണ് കൃത്യമായിട്ട്. Thank you, sir. Thank you. ഞാൻ ലൈസ് ചേച്ചിയില്ലേ,
ആ യെസ്, ഞാനുണ്ട്. രണ്ട് വാക്ക് പറഞ്ഞ് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ. തീർച്ചയായും ഞാൻ അതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം കൂടുതൽ കാര്യം പറയാൻ ടൈം വളരെ പരിമിതിയാണ്. എങ്കിലും ഈ സായം സന്ധ്യയിൽ എനിക്ക് വിഷമം തോന്നിയത്, ഞങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മെമ്പർഷിപ്പ്, അതായത് ഒരു 30-നും 35-നും ഇടയ്ക്ക് 20 അല്ലെ 25 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം നല്ലൊരു ക്ലാസ് കേൾക്കാൻ, പക്ഷെ അത് റെക്കോർഡ് ചെയ്തതിൽ വളരെ താങ്ക്സ് പറയാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വിഷ്ണു സാറ് ഇവിടെ പ്രസന്റ് ചെയ്തത്. കാരണം ഡെയിലി നമ്മൾ പോകുന്നതും നടക്കുന്നതും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അത് കുറച്ചുകൂടെ ദൃഢപ്പെടുത്താനുള്ള ഒരു സപ്പോർട്ടിങ്ങിനാണ് ഈ ക്ലാസ്സിലൂടെ തന്നിരിക്കുന്നത്. എന്തായാലും ആ വാക്ചാതുര്യം, ആ ഒരു അതിന്റെ ഒരു എന്താ പറയാ, ഏടുകളായിട്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് വളരെ നന്നായിട്ട് എടാ അവിടെ ഒന്ന് ഓഫ് ചെയ്തടാ. ഇവിടെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബിഗ് താങ്ക് യു. ദൈവലിക്കൽ താങ്ക് യു. ഓക്കെ വിഷ്ണു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കണ്ടത് ഒരിക്കൽ കൂടെ വലിയ സന്തോഷം. ഓക്കെ വിഷ്ണു, താങ്ക് താങ്ക് യു യു. താങ്ക്സ് വെരി ലോട്ട്. മച്ച് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു എവരിവൺ. ബേബി താങ്ക് യു. താങ്ക് യു എവരിവൺ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night.